أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാ, യുവാക്കൾ, മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ, പ്രിയപ്പെട്ട സഹോദരിമാർ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ റമളാനിനെ സ്വീകരിക്കാൻ അല്ലാഹു അവസരം നൽകി. ഒരുപക്ഷെ ഇന്ന് മഗ്‌രിബോടുകൂടി മഹത്തായ ഈ മാസം നമ്മളുമായി വിട പറയും. നാളെയും കൂടി നമുക്ക് റമളാനിൽ നിന്ന് ലഭിച്ചാൽ അൽഹംദുലില്ലാഹ് വളരെ സന്തോഷം. വളരെ ലാഭകരമായ ഒരു കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ആ കച്ചവടം നടക്കുന്നതിനനുസരിച്ച് ലാഭം ലഭിക്കുമെന്ന് കണ്ടാൽ അതിൻ്റെ ദിവസങ്ങൾ എത്രയും കൂടുതൽ ലഭ്യമാകുന്നതാണ് ബിസിനസ്സുകാരൻ ഇഷ്ടപ്പെടുക. ഇതുപോലെ ആഖിറത്തിനു വേണ്ടിയുള്ള ഏറ്റവും ഖൈറായ ധാരാളം കാര്യങ്ങൾക്ക് വലിയ പ്രതിഫലം ലഭിക്കുന്ന ദിവസങ്ങൾ അത് നമുക്ക് നാളെയും കൂടി കിട്ടിയാൽ വളരെ സന്തോഷം. ഏതായിരുന്നാലും അല്ലാഹുവിന്റെ തീരുമാനം നമുക്കറിയില്ല. നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഇനിയും ധാരാളം ദിവസങ്ങൾ, ധാരാളം പരിശുദ്ധ റമളാനുകൾ സ്വീകരിക്കാനും യാത്രയാക്കാനും ജീവിതത്തിൽ അല്ലാഹു തൗഫീഖ് നൽകുമാറാകും. ഇന്നത്തെ ഈ ദിവസം പൂർത്തീകരിക്കുന്നത് വരെ നമുക്ക് ആയുസ്സുണ്ട് എന്നതിന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. അല്ലാഹു അവന്റെ പൊരുത്തത്തിൽ നമുക്കെല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും വർദ്ധിപ്പിക്കട്ടെ. നമ്മുടെ കൂടെ കഴിഞ്ഞ റമളാനിന്റെ 29-ന് ഇതേപോലെ നാം സംഘടിപ്പിച്ചിരുന്ന ഈ പള്ളിയിലെ പ്രാർത്ഥനാ സദസ്സിൽ പങ്കെടുത്തിരുന്ന പലരും ഇപ്പോൾ ഖബറിലാണ്. അല്ലാഹുവേ, അവരുടെ എല്ലാം ഖബറിൽ നീ സന്തോഷം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ സദസ്സുകളും ഞങ്ങളുടെ സ്ഥാപനങ്ങളും ഞങ്ങളുടെ എല്ലാ സംരംഭങ്ങളും നീ സ്വീകരിക്കണേ അല്ലാഹ്.
മരണസമയം ആഖിബത്ത് നന്നായി മരിക്കണം. അതാണല്ലോ ഏറ്റവും വലിയ വിഷയം. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ അവസാനത്തെ വ്യക്തിയാണ്. 10 ലക്ഷത്തോളം ഹദീസ് മനഃപ്പാഠമാക്കിയ വലിയ മഹത്വമുള്ള വ്യക്തിത്വമാണ്. പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ സംരക്ഷണത്തിനു വേണ്ടി ജയിലിൽ കിടക്കുകയും അന്നത്തെ ഭരണാധികാരികൾ മഹാനവറുകൾ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിന്ന കാരണത്താൽ അടിച്ച് വേദനിപ്പിച്ച് രക്തം പൊട്ടിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അള്ളാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി എല്ലാം സഹിച്ച വലിയ മഹാനാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദുമാണ്. ബഹുമാനപ്പെട്ടവരോട് ഒരിക്കൽ ചോദിച്ചു, ഈ കുറച്ചാളുകൾ പള്ളിയിൽ ഇങ്ങനെ ഇത്തിക്കാഫിരുന്നു. നമ്മളെല്ലാവരും പള്ളിയിൽ ഇത്തിക്കാഫിനെ കരുതിയവരാണ്. പള്ളിയിൽ ഇരിക്കുക എന്നതൊരു വലിയ പുണ്യകർമ്മമാണ്. ഇത്തിക്കാഫിനെ കരുതി അള്ളാന്റെ മേൽ തവക്കുലാക്കിയിരിക്കുന്ന കുറെ സൂഫിയാക്കൾ, അവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അവരൊരു വിവരമില്ലാതെ ഇങ്ങനെ പള്ളിയിലിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ മഹാനവറുകൾ പറഞ്ഞു, അവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് അബദ്ധം പറ്റി. അവർക്ക് വിവരമുള്ളത് കൊണ്ടാണ് അവർ പള്ളിയിലിരിക്കുന്നത്. അള്ളാഹുവിന്റെ വീട്ടിലാണ് അവർ വന്നിരിക്കുന്നത്. അവര് വിവരമുള്ളത് കൊണ്ടാണ് പള്ളിയിൽ തന്നെ ഇരിക്കുന്നത്. ആ മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വഫാത്തിനോടടുത്ത സമയം എന്തോ ഒന്നിങ്ങനെ ചൂണ്ടുന്നുണ്ട്, എന്തോ പറയുന്നുണ്ട്, എന്താണെന്ന് മനസ്സിലാകുന്നില്ല. മകൻ ചെവിട് കൊണ്ടുപോയി വായിന്റെ സമീപത്ത് വെച്ചപ്പോ ലാ ബഅദ് ലാ ബഅദ് ലാ ബഅദ് എന്നിങ്ങനെ പറയുന്നു. അപ്പോൾ ബാപ്പയോട് ചോദിച്ചു, എന്താണ് ഈ പറയുന്നത് ഈ ഒരു അവസരത്തിൽ ലാ ബഅദ്? അപ്പൊ പറഞ്ഞു, അല്ലാഹുവിന്റെ ഖുർആനിലുണ്ടല്ലോ, അനിൽ യമീനി വഅനിശ് ശിമാലി ഖഈദ്, വലത്തും ഇടത്തുമൊക്കെ ഇരിക്കുന്ന മലക്കുകളുണ്ട്. കുറെ ആളുകൾ എന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്റെ നേരെ മുന്നിൽ ഇബ്ലീസും ഇരിക്കുന്നുണ്ട്. അവന്റെ തലയിൽ മണ്ണ് വാരിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് അവൻ എന്നോട് പറയുന്നു, നജൗത മിന്നീ, ഓ അഹ്മദേ, എന്റെ ശർറിൽ നിന്ന് നീ രക്ഷപ്പെട്ടു പോയി. എന്നോടവൻ പറയാണ്, എന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, ലാ ബഅദു ലാ ബഅദു, നിന്നിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാനായിട്ടില്ല. അത് പറയണമെങ്കിൽ എന്റെ മരണം നടക്കുന്നത് വരെ, എനിക്ക് മരണം സംഭവിക്കുന്നത് വരെ ബാക്കിയുള്ള സമയവും കൂടി നിന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടണം. അതാണ് ഞാൻ പറഞ്ഞത്, ലാ ബഅദു, നിന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാനായിട്ടില്ല. ബഅദു ശേഷം പറയാം, മരണം കഴിഞ്ഞിട്ടേ പറയാൻ പറ്റൂ. ഓ സുഹൃത്തുക്കളെ, ആ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ, ആ ജനാസയിൽ പങ്കെടുക്കാൻ കുറെ ആളുകൾ വന്നിട്ടുണ്ട്. മഹാനവറുകളുടെ ജനാസ എടുക്കുമ്പോ കുറെ പക്ഷികൾ ഇങ്ങോട്ട് വന്നു. ആ പക്ഷികൾ വന്നിട്ട് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്ത് കട്ടിലിന്റെ മേലെ വന്നിട്ട് ആ മയ്യിത്ത് കട്ടിലിന്റെ മേലെ ചിറക് തട്ടിച്ച് ബർക്കത്തെടുക്കുകയാണ്. ഈ പക്ഷികൾ ഇങ്ങനെ ബർക്കത്തെടുക്കുന്ന കാഴ്ച കണ്ടപ്പോൾ അന്നത്തെ ഒരൊറ്റ ദിവസം 4000-ഓളം യഹൂദികൾ
ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമ ചൊല്ലി അംഗീകരിച്ച് മഹാനവറുകളുടെ മയ്യിത്ത് കട്ടിലിന്റെ സമീപത്ത് പക്ഷികൾ വന്ന് ബറക്കത്തെടുക്കുന്നത് കണ്ടപ്പോ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് ഇബ്നുൽ അത്താർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത്. ആ മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ മരണത്തോടടുത്ത സമയം ഇബ്ലീസ് സമീപത്ത് വന്നിട്ട് നിങ്ങൾ രക്ഷപ്പെട്ടു പോയി അഹ്മദേ എന്ന് പറയുമ്പോൾ പറഞ്ഞ വാക്കാണ് ലാ ബഅദു, നിന്റെ ശർറിൽ രക്ഷപ്പെട്ടു എന്ന് പറയാനായിട്ടില്ല. അത് പറയണമെങ്കിൽ മരണം കഴിയുന്നതുവരെ എന്റെ സമയം കഴിഞ്ഞാലേ പറയാൻ പറ്റൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ പരിശുദ്ധ റമളാനിനെ സ്വീകരിച്ചു, റമളാനിനെ അംഗീകരിച്ചു, റമളാനിനെ ബഹുമാനിച്ചു, പരിശുദ്ധ ഖുർആനിനെ അംഗീകരിച്ചു, ഖുർആനിനെ ബഹുമാനിച്ചു, അല്ലാഹുവിന്റെ വീടുകളെ പരിഗണിച്ചു. ഈ റമളാനിൽ കഴിവനുസരിച്ച് സൽക്കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്തു. ന്യൂനതകൾ ഒരുപാടുണ്ടായിരിക്കും. അതെല്ലാം മാപ്പ് തരാൻ അധികാരമുള്ള രാജാവല്ലേ അല്ലാഹ്. അവന്റെ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ അവസാന നിമിഷത്തിൽ അല്ലാഹുവിന്റെ പള്ളിയിൽ വന്ന് സാധുക്കളായ നമ്മിലേക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടവരിലേക്കും നമ്മെ സ്നേഹിച്ചവരും നമ്മോട് സഹകരിച്ചവരും ലോകത്താരുണ്ടോ എല്ലാവരിലേക്കും റബ്ബ് കാരുണ്യത്തിന്റെ നോട്ടം നോക്കട്ടെ. നമ്മെ എല്ലാവരെയും നമ്മോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരെയും നമ്മെ സ്നേഹിച്ച എല്ലാവരെയും അല്ലാഹു അവന്റെ ഭയാനകമായ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് നമുക്ക് അവന്റെ വകയിൽ അവന്റെ റഹ്മത്തായി നമുക്ക് സ്വർഗം നൽകട്ടെ. നീണ്ട സമയം ഇപ്പോൾ സംസാരിക്കുന്നില്ല. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് വന്ന് ഒരാൾ പറഞ്ഞു, ഓ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളെ, ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്നില്ല, ദുആക്ക് ഉത്തരം ലഭിക്കുന്നില്ല, എന്താണ് കാരണം? ദുആക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ നാം അല്ലാഹുവുമായി ഉള്ള കരാറുകൾ പാലിക്കുന്നവരാകണം. നമ്മൾ അല്ലാഹുവുമായുള്ള കരാറ് പാലിക്കാതിരിക്കുമ്പോൾ അല്ലാഹു നമ്മളോടുള്ള കരാറ് പാലിക്കുകയില്ല. അതിനുവേണ്ടി നാം നന്നാകണം. നാം ഈ റമളാനോടുകൂടി നമുക്ക് മാറ്റം വരണം. മാറ്റം വരൽ എങ്ങനെയാണ്? അല്ലാഹു കൽപ്പിച്ചതുപോലെ ജീവിക്കാൻ നാം സന്നദ്ധരാവുക, അതിനുവേണ്ടി നാം ഒരുങ്ങുക. അത് അഫ്ലഹ മൻ തസക്ക, സംസ്കരണം ലഭിച്ചവൻ വിജയിച്ചുപോയി. നമുക്ക് സംസ്കരണം ലഭിക്കണം, നാം ശുദ്ധിയാകണം. അത് അഫ്ലഹ മൻ തസക്ക വദക്കറ സ്മ റബ്ബിഹി ഫസല്ല. അങ്ങനെ സംസ്കരണം ലഭിച്ചുകൊണ്ട് അതാ തക്ബീർ ചൊല്ലി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന തക്ബീർ ചൊല്ലി പെരുന്നാൾ നിസ്കരിച്ചു, മറ്റു നിസ്കാരം നിർവഹിച്ചു. ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ സ്മ റബ്ബിഹി ഫസല്ല. അങ്ങനെയുള്ളവൻ വിജയം കൈവരിച്ചു. ബൽ തുസിറൂന അൽ ഹയാത ദുനിയ, പക്ഷേ നിങ്ങൾ ദുനിയാവിന്റെ ജീവിതത്തെ തെരഞ്ഞെടുക്കുന്നു. ദുനിയാവിന്റെ കാര്യങ്ങളിലേക്ക് പിന്നെയും നിങ്ങളുടെ മനസ്സ് നീങ്ങുന്നു. അതിന് പകരം നാം അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ച് നമ്മുടെ മഈശത്തിന് വേണ്ടി നമുക്ക് അധ്വാനിക്കാം, നമുക്ക് കൃഷി ചെയ്യാം, നമുക്ക് ബിസിനസ് നടത്താം. അതെല്ലാം നാം ചെയ്യുന്നത് ഈ ലോകത്ത് ജീവിക്കാനാണ്. നമ്മൾ ലോകത്ത് ജീവിക്കുന്നത് എന്തിനാണ്? ജീവിക്കുന്നത് അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കാനാണ്. കാരണം അല്ലാഹു തആല നമ്മെ സൃഷ്ടിച്ചത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഇബാദത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട നാം നമ്മുടെ ജീവിതം അതിനു വേണ്ടിയാണ് എന്ന ബോധത്തോടുകൂടി നമ്മൾ ജീവിതം നയിക്കണം, നമ്മളെ പ്രവർത്തനങ്ങൾ നടത്തണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകണം. KL 18 7084 വണ്ടി ഒന്ന് നീക്കിക്കൊടുക്കണം എന്നറിയിക്കുന്നു. ഇനി ഇതിങ്ങനെ പറയാൻ കഴിയില്ല, അവിടെ വാച്ച്മാൻമാരെ നോക്കുക. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം
റളിയല്ലാഹു തആല അൻഹു തങ്ങളോട് എന്തേ ഞങ്ങൾ ദുആ ചെയ്തിട്ട് ഉത്തരം കിട്ടാത്തത്? മഹാനവറുകൾ പറഞ്ഞു, ഇന്നക്കും തഅരിഫൂനഹു വലാ തുതീഊനഹു. നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു, പക്ഷേ നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുന്നില്ല. നിങ്ങൾക്ക് അല്ലാഹുവിനെ അറിയാം, പക്ഷേ നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുന്നില്ല. വതഅലമൂന അന്നഹു ജാഅ ഇലൈക്കും റസൂലുഹു ഫതഅരിഫൂനഹു വലാ തത്തബിഊനഹു. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ, അല്ലാഹു പറഞ്ഞയച്ച ദൂതർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിലേക്ക് വന്നതായി നിങ്ങൾ ഉറപ്പിക്കുന്നു. നിങ്ങൾക്ക് ആ നബിയെ അറിയാം, പക്ഷേ ആ നബിയെ നിങ്ങൾ പിന്തുടരുന്നില്ല. വതഖറഊനൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതുന്നു. വലാ തഅമലൂന ബിഹി, ആ ഖുർആൻ അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല. വതഅലമൂന അന്നൽ ജന്നത മുസയ്യനതുൻ ലിൽ മുതീഈൻ, സ്വർഗം അല്ലാഹുവിനെ അനുസരിക്കുന്നവർക്ക് വേണ്ടി അലങ്കരിച്ചു വെച്ചിരിക്കുകയാണെന്ന് നിങ്ങൾ ഉറപ്പിക്കുകയാണ്. വലാ തത്ലുബൂനഹാ, ആ സ്വർഗത്തെ നിങ്ങൾ തേടുന്നില്ല. വതഅലമൂന അന്നന്നാറ മുഹയ്യത്തുൻ ലിൽസാതിബി അൻവാഇൽ അദാബി വല്ലഗ്ലാൽ, ധാരാളം ശിക്ഷകളും ചങ്ങലകളുമായി ഭയാനകമായ നരകം ഉണ്ട്, അത് തയ്യാർ ചെയ്തിട്ടുണ്ട്. പടച്ചവനെ ധിക്കരിക്കുന്നവർക്കാണത്, അത് നിങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട്. വലാ തജ്തനിബൂന അൻഹാ, ആ നരകത്തിൽ നിന്ന് നിങ്ങൾ ദൂരമാകുന്നില്ല. വതഅലമൂന അന്ന ശൈത്താന ലക്കും അദുവ്വ്, ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട്. വലാ തുഖാസിമൂന മാഹു, അവനുമായി എതിർക്കാൻ നിങ്ങൾ വരുന്നില്ല. ബൽ തുഹിബ്ബൂനഹു വതുതീഊനഹു, പക്ഷേ ആ ശൈത്താനെ നിങ്ങൾ ഇഷ്ടപ്പെടുകയും ശൈത്താൻ പറയുന്നതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുകയാണ്. വതഅലമൂന അന്നകും തമൂതൂൻ, നിങ്ങളൊക്കെ മരിക്കുമെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട്. പക്ഷേ വലാ തസ്തഇദ്ദൂന ലിൽ മൗത്ത്, മരണത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങുന്നില്ല. വതദ്ഫനൂനൽ വാലിദൈനി വൽ ഔലാദ ഫിത്തുറാബ്, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളെ ഉപ്പാപ്പമാരെയും ഉമ്മാമമാരെയും, ചിലപ്പോൾ നിങ്ങളെ മക്കളെയും ബന്ധപ്പെട്ടവരെയും സ്നേഹിതന്മാരെയും മണ്ണിൽ കൊണ്ടുപോയി മറമാടുന്നുണ്ട്. പക്ഷേ വലാ തഅ്തബിറൂൻ, ഇതുപോലെ എന്നെയും കൊണ്ടുപോയി വെക്കുമെന്ന പാഠം നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ല. വലാ തതബറഊന മിൻ ഉയൂബികും, നിങ്ങൾ നിങ്ങളുടെ ന്യൂനതകളിൽ നിന്ന് ഒഴിവാകുന്നില്ല. വതൻദുറൂന ഇലാ ഉയൂബി ഗൈരികും, അയാൾക്ക് അങ്ങനെ തരാറുണ്ടല്ലോ, അവൻ അങ്ങനെയാണല്ലോ, ഇവൻ ഇങ്ങനെയാണല്ലോ, ഇങ്ങനെ മറ്റുള്ളവരുടെ കുറ്റവും കുറവും നിങ്ങളെ മനസ്സിൽ ഇങ്ങനെ പതിയുകയാണ്. നിങ്ങൾ നോക്കുന്നതൊക്കെ വേറെയുള്ളവരുടെ ന്യൂനതകളെ കുറിച്ചാണ്. നിങ്ങളുടെ സ്വന്തം ന്യൂനതകളെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചതിൽ നിന്ന് നിങ്ങൾ ഒഴിവാകുന്നില്ല. മയ്യകൂരു ഹാലുഹു കദാലിക കൈഫ യുസ്തജാബു ലഹു ദഅവതുഹു, ഈ ഒരവസ്ഥയുള്ളവന് ദുആക്ക് എങ്ങനെ ഉത്തരം കിട്ടാനാണ്? മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞതനുസരിച്ച് നമുക്ക് ദുആക്ക് ഉത്തരം കിട്ടാനുള്ള വകുപ്പൊന്നുമില്ല. പക്ഷേ അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, എന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാകരുത് എന്ന് അല്ലാഹു ജല്ല ജലാലുഹു പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഉറച്ചു വിശ്വസിച്ചിട്ടുണ്ട്. അവന്റെ കാരുണ്യത്തിൽ നമ്മൾ നിരാശരാകൂല. അവൻ അത്രയും വലിയ കാരുണ്യമുള്ളവനാണ്. ആ കാരുണ്യവാനായ റബ്ബ് ഈ പരിശുദ്ധ റമളാനിലെ അവസാനത്തെ 29ന്റെ ദിവസം വലിയ മഹത്വമുള്ള ഒരു വല്ലാത്ത ദിവസമാണല്ലോ. അല്ലാഹുവേ, ഞങ്ങളിലേക്ക് കാരുണ്യത്തിന്റെ നോട്ടം നോക്കി ഞങ്ങൾക്ക് ഞങ്ങളുടെ ദുആകൾക്ക് നീ ഇജാബത്ത് തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ ഇജാബത്ത് തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ആര് ഇജാബത്ത് തരാനാണ്? ഞങ്ങൾക്ക് വേറെ ആരും ദുആക്ക് ഉത്തരം തരാനില്ല. നീ ഞങ്ങൾക്ക് ദോഷങ്ങൾ പൊറുത്തു തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, നീ അല്ലാതെ വേറെ ആരും ഞങ്ങൾക്ക് ദോഷം പൊറുത്തു തരാനാണ്? അതുകൊണ്ട് അല്ലാഹുവേ, ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്, ഞങ്ങളുടെ സദസ്സുകൾ, ഞങ്ങളുടെ സംരംഭങ്ങളെല്ലാം നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. നീ ഞങ്ങളുടെ സദസ്സുകൾ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ വലിയ ആഗ്രഹത്തോടെ വലിയ പ്രതീക്ഷയോടെ ഈ സദസ്സിൽ വന്നവരുണ്ട്.
പലരും ദുആ ചെയ്യാൻ വേണ്ടി വിളിച്ചു പറഞ്ഞവരും ഏൽപ്പിച്ചവരുമുണ്ട്. നീ അതെല്ലാം അറിയുന്നവനാണ്. ആര് എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞോ, അവരും ഞങ്ങളും ഞങ്ങളെ ഖൽബിൽ ഉദ്ദേശിച്ചതൊക്കെ നീ തരണേ അല്ലാഹ്. സുഹൃത്തുക്കളെ, പരിശുദ്ധ റമളാൻ കഴിഞ്ഞാൽ ഒന്നാമത്തെ ദിവസം പെരുന്നാളാണ്. അത് സന്തോഷത്തിന്റെ, അള്ളാഹുവിന്റെ കാരുണ്യം ചൊരിക്കുന്ന, എല്ലാവർക്കും പുറത്തു കൊടുത്തു എന്നുള്ള പ്രഖ്യാപിക്കുന്ന ഒരു ദിവസമാണ്. നമ്മൾ നല്ല ഓർമ്മ വേണം നമുക്ക്. പെരുന്നാളിന്റെ ദിവസം മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷ്യപ്പെടുത്തി പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് മുഅ്മിനീങ്ങൾ പോകുമ്പോൾ അല്ലാഹു മലക്കുകളോട് പറയുന്ന, ഞാൻ നോമ്പ് നിർബന്ധമാക്കിയിട്ട് നോമ്പെടുത്ത ആളുകൾ, നിസ്കരിച്ച ആളുകൾ, എന്നോട് പ്രാർത്ഥിച്ചവർ, ഖുർആൻ ഓതിയവർ, എന്നിലേക്ക് മനസ്സ് വിരിച്ച് മനസ്സ് ഉരുവി പറഞ്ഞവര്, അവരെ നോമ്പ് പൂർത്തീകരിച്ച് റമളാൻ മാസം കഴിഞ്ഞ് ഇന്നവർക്ക് സന്തോഷത്തിന്റെ ദിവസം. അവരിപ്പോഴും എന്നോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയതാ, അവർ നിസ്കരിച്ചതാ, അവരുടെ നേതാവായ അവരെ ഇമാമിന്റെ ഖുത്ബ കേട്ടതാ. അങ്ങനെ ഖുത്ബ എന്നതൊരു ദിക്റാണല്ലോ. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് അവരിതാ പോവാണ്. അവർക്ക് ഞാൻ നിർബന്ധമാക്കിയ ഒരു സക്കാത്തുണ്ട്. അത് എല്ലാ ശരീരത്തിനും കൊടുക്കൽ നിർബന്ധമായ സക്കാത്താണ്. അതാണല്ലോ ഫിത്ർ സക്കാത്ത്. എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിന്റെ മസലകളൊന്നും പറയുന്നില്ല. ഫിത്ർ സക്കാത്ത് അത് ഓരോ ശരീരത്തിന്റെയും പേരിൽ ഒരു 3 ലിറ്ററും 200 മില്ലി ലിറ്ററും അരി, അതിനെത്രയാണോ തൂക്കം ചില അരി 2600 ഉണ്ടാവും, ചിലപ്പോൾ കൂടുതലുണ്ടാവും. തൂക്കം എത്രയാണോ അതിന് വരുന്നത്, ആ അരി ഓരോ ശരീരത്തിനും കൊടുക്കണം. അതാണ് ഫിത്ർ സക്കാത്ത്. അത് കൊടുക്കൽ നമുക്ക് നിർബന്ധമാണ്. നമ്മളുടേത് മാത്രം കൊടുത്താൽ പോരാ, നമ്മുടെ ഭാര്യയുടേതും നമ്മൾ തന്നെയാണ് കൊടുക്കേണ്ടത്. നമ്മുടെ മക്കളുടേതും നമ്മളാണ് കൊടുക്കേണ്ടത്. പ്രായം തികയാത്ത, കെൽപ്പില്ലാത്ത മക്കൾ, ആ മക്കളുടേതും നമ്മൾ തന്നെയാണ് കൊടുക്കേണ്ടത്. അങ്ങനെ ഫിത്ർ സക്കാത്ത് അവന്റെ ശരീരത്തിന്റെയും അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെ ശരീരത്തിന്റെ ഒക്കെ സക്കാത്ത് കൊടുക്കണം. ഫിത്ർ സക്കാത്ത് അത് കൊടുക്കൽ നിർബന്ധമാണ്. ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണ സാധനമല്ലാതെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല ഹദീസിൽ. വേറെ ഒരു ഹദീസിലും ഫിത്ർ സക്കാത്ത് പണം കൊടുക്കുക എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നാവ് കൊണ്ട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തുടങ്ങി 3 ഇമാമിങ്ങളും ഫിത്ർ സക്കാത്ത് ധാന്യം തന്നെ കൊടുക്കണം, ഭക്ഷണ സാധനം തന്നെ കൊടുക്കണം എന്ന് നിർബന്ധം പിടിച്ചിരിക്കുകയാണ്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് സ്വീകരിച്ച ആളുകൾക്ക് അവർക്ക് പണം കൊടുക്കാമെന്ന അഭിപ്രായം സ്വീകരിച്ച് അവർക്കങ്ങനെ കൊടുക്കാം. നമ്മളൊക്കെ അരി തന്നെയാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഗോതമ്പ് കൊടുക്കാം. അങ്ങനെ ധാന്യമാണ് കൊടുക്കേണ്ടത്. ഫത്ഹുൽ മുഈനിൽ പറഞ്ഞിട്ടുണ്ട്, സംഖ്യ കൊടുത്താൽ മതിയാവുകയില്ലെന്ന്. ലോകത്തൊട്ടാകെ പിരിവുകാരായിപ്പോ. പിരിവ് നല്ലത് തന്നെയാണ്, നല്ല സംഗതിക്ക് പിരിവെടുക്കുന്നത് നല്ല. ഓരോരുത്തരും അവനവൻ പിരിവുണ്ടാക്കിയിട്ട് അവന്റെ വകയിൽ അല്ലെങ്കിൽ അവന്റെ സംഘടനയുടെ വകയിൽ ഇന്നത് ചെയ്തു എന്ന് പറഞ്ഞ് അഭിമാനിക്കാനുള്ള മാനസികാവസ്ഥ ഉള്ള ഒരു കാലഘട്ടമാണ്. നല്ല കാര്യം ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല, പക്ഷേ ഹലാലായ വഴിയിലൂടെ മാത്രമേ എന്തും ചെയ്യാവൂ. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയാണ്, ഫിത്ർ സക്കാത്ത് പൈസ തന്നാൽ മതി എന്നങ്ങനെ പൈസയാക്കി മാറ്റരുതായിരുന്നു. അതുപോലെ തന്നെ അതിന്റെ നിബന്ധനകൾ പാലിക്കാത്ത രൂപത്തിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കരുത്. ഫിത്ർ സക്കാത്ത് നമ്മൾ നിയ്യത്ത് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇനി ആരെങ്കിലും നമ്മൾ വക്കാലത്താക്കുകയാണെങ്കിൽ നിയ്യത്തടക്കം അവരെ ഏൽപ്പിച്ചിരിക്കണം. എന്നിട്ട് അവർ ആ വക്കാലത്തനുസരിച്ച് അവർ കൊടുക്കണം. ഫിത്ർ സക്കാത്ത് ചിലർ വിദേശങ്ങളിലൊക്കെ അരി വാങ്ങാൻ ആരെയും കിട്ടുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയും അവിടെയും ഉദ്ദേശിച്ചാൽ കിട്ടുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അഥവാ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ സാധാരണയായി സക്കാത്ത് അവനവന്റെ നാട്ടിലാണല്ലോ കൊടുക്കേണ്ടത്. ഉദാഹരണത്തിന് കുറ്റ്യാടിയിൽ ബിസിനസ് ഉള്ളവൻ കുറ്റ്യാടിയിലാണ് ആ സക്കാത്ത് കൊടുക്കേണ്ടത്. ദുബായിൽ ബിസിനസ് ഉള്ളവൻ ദുബായിലാണ് ആ സക്കാത്ത് കൊടുക്കേണ്ടത്. പക്ഷേ നമ്മൾ ദുബായിലുള്ള ബിസിനസിന്റെ സക്കാത്ത് കേരളത്തിൽ കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. അത് സ്ഥലം മാറ്റി കൊടുക്കാമെന്ന അഭിപ്രായം സ്വീകരിച്ചുകൊണ്ടാണ്. അതേപോലെ ഫിത്ർ സക്കാത്ത് വിദേശത്തുള്ള സമയത്ത് വിദേശത്ത് കൊടുക്കാൻ സൗകര്യമില്ലെങ്കിൽ അവിടെ നിന്ന് നാട്ടിലേക്ക് സ്ഥലം മാറിക്കൊടുക്കാമെന്ന അഭിപ്രായം സ്വീകരിച്ച് നാട്ടിൽ കൊടുക്കാവുന്നതാണ്. ഞാൻ ഒരാൾ എന്നോട് ചോദിച്ചു, സുബഹിന്റെ ശേഷം എന്നോട് ഒരാൾ ചോദിച്ചു, ഫിത്ർ സക്കാത്ത് വാങ്ങാൻ ഇപ്പൊ ആൾക്കാരെങ്ങനെ വരുന്നില്ല, അതുകൊണ്ട് പണം കൊടുക്കാൻ പറ്റുമല്ലോ ചോദിച്ചു. ഞാൻ പറഞ്ഞ പണം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മാത്രമേ ഒരു പണ്ഡിതന് പറയാൻ പറ്റൂ. ഷാഫിഈ മദ്ഹബ് എന്നല്ല, 3 മദ്ഹബിലും പറ്റില്ല. അതേ സമയത്ത് 4 മദ്ഹബിലും പറ്റും ധാന്യം കൊടുത്താൽ.
അപ്പൊ നമ്മള് ധാന്യം തന്നെയാണ് കൊടുക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ആൾക്കാർ പഴയ പോലെ വാങ്ങാൻ വരില്ല, പക്ഷേ അങ്ങനെ വാങ്ങാൻ വരണമെന്നൊരു കിതാബിലുമില്ല, മറിച്ച് കൊടുക്കണമെന്നാ പറഞ്ഞത്. കൊടുക്കണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊണ്ടുകൊടുത്തേക്കാൻ പറ്റും. എത്ര പാവപ്പെട്ടവരുണ്ടാവും നമ്മുടെ നാട്ടിൽ. അപ്പൊ പാവപ്പെട്ടവരുടെ വീട്ടിലേക്ക് നമ്മൾ അരി അങ്ങോട്ട് കൊണ്ടുകൊടുത്താൽ ഓരോ ചവിട്ടടിക്ക് നമുക്ക് പ്രതിഫലം കിട്ടും. നമ്മുടെ പണിയൊക്കെ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടാനാണ്. അപ്പൊ സാധുവായ പാവപ്പെട്ട ഒരുത്തന്റെ വീട്ടിലേക്ക് നമ്മൾ അരി കൊണ്ടുകൊടുത്താൽ നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടും. ഇനി നമ്മളെ കുട്ടികളെടുത്ത് കൊടുത്തയച്ചാൽ ആ കുട്ടികൾക്ക് ആ പോകുന്നതിനൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ ബർക്കത്ത് കിട്ടും. നമ്മൾ അങ്ങോട്ട് കൊണ്ടു കൊടുക്കേണ്ട സംഗതിയാണ്, നമുക്ക് നിർബന്ധമായ സംഗതിയാണ്. നിർബന്ധമായ സംഗതി ഇങ്ങോട്ട് വന്ന് വാങ്ങേണ്ടതല്ല. അതുകൊണ്ട് പാവപ്പെട്ട ആളുകളുടെ വീട്ടിലേക്ക് കൊടുക്കണം. അത് പടച്ചവൻ നമുക്ക് നിർബന്ധാക്കിയതാ. നമുക്ക് അരിവെന്നത് അള്ളാഹുവ, നമ്മളെ പടച്ചതും അള്ളാഹുവ. നമ്മുടെ ശരീരത്തിന്റെ ഒരു ടാക്സ് പോലെയാണ്. നമ്മൾ ടാക്സ് ഓഫീസർ ഇങ്ങോട്ട് വന്ന് വാങ്ങലല്ല, അവിടെ കൊണ്ടുപോയി അടക്കല. പഞ്ചായത്ത് ഓഫീസിലും കൊണ്ടുപോയി അടക്കല, വില്ലേജ് ഓഫീസിലും കൊണ്ടുപോയിട്ട് അടക്കല, ഇലക്ട്രിക് ഓഫീസിലും കൊണ്ടുപോയിട്ട് അടക്കല. അള്ളാന്റെ ഓർഡർ ഉണ്ടായാൽ നമുക്കത് കൊണ്ടുപോയിട്ട് അടച്ചൂടെ? അത് പാവപ്പെട്ടവർക്ക് അങ്ങോട്ട് കൊണ്ടു കൊടുക്കേണ്ടതാ, ഇങ്ങോട്ട് വരുത്തേണ്ട സംഗതി അല്ലത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് കൊണ്ടുകൊടുക്കുന്നതിന് ഒരു മടി തോന്നേണ്ടതില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം. അതിൽ നമ്മൾ രാവിലെ പെരുന്നാളുണ്ടെന്ന് എരി എടുത്തിട്ട് കൊണ്ടു കൊടുക്കാനാ, അള്ളാഹുവിന്റെ പ്രതിഫലം കിട്ടാനാ. മലക്കുകളോട് വെറുതെ അല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിമാനം പറയുന്നത്. ഞാൻ നിർബന്ധമാക്കിയ സക്കാത്ത് കൊടുത്തവരാണവർ, അവർ നിസ്കരിച്ചവരാണവർ, ഖുതുബ കേട്ടവരാണവർ, പ്രാർത്ഥിച്ചവരാണവർ. ഒരു മാസം ഞാൻ ഭക്ഷണം ഒഴിവാക്കാൻ പറഞ്ഞപ്പോ ഭക്ഷണങ്ങളും ഒഴിവാക്കി, അതുപോലെ മറ്റുള്ള സഹൂത്തുകളൊക്കെ ഒഴിവാക്കി എനിക്ക് ജീവിതം സമർപ്പിച്ചവരാണവർ. രാത്രി സമയത്ത് നിസ്കരിച്ചവരാണവർ, എന്നോട് കരഞ്ഞ് പ്രാർത്ഥിച്ചവരാണവർ, എന്റെ ഖുർആൻ ഓതിയവരാണവർ. ഓ മലക്കുകളെ, ഞാൻ അവർക്കെല്ലാം പുറത്തുകൊടുത്തിരിക്കുന്നു എന്ന് അല്ലാഹു തആല പ്രഖ്യാപിക്കുന്ന ദിവസമാണ് പെരുന്നാൾ ദിവസം. എന്റെ ചെറുപ്പക്കാരെ, ആ സമയത്ത് നമ്മൾ അതാ എങ്ങനെയുണ്ട് ഒരു കള്ളുഷാപ്പിലേക്ക് പോകാൻ, എങ്ങനെയുണ്ട് മദ്യഷാപ്പിലേക്ക് പോകാൻ, എങ്ങനെയുണ്ട് സിനിമാ ടാക്കീസിലേക്ക് പോകാൻ, എങ്ങനെയുണ്ട് ഒരു ഹറാമായ പ്രവർത്തനം ചിന്തിക്കാൻ, എങ്ങനെയുണ്ട് ഒരു ഹറാമ് നോക്കാൻ, എങ്ങനെയുണ്ട് ഒരു അന്യപെണ്ണിനെ വിളിക്കാൻ എന്നിങ്ങനെ ചിന്തിക്കുന്ന പാപികളായി പോയാൽ നമ്മളെക്കാൾ നഷ്ടപ്പെട്ടവർ വേറെ ആരെങ്കിലും ഉണ്ട്? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സ്ത്രീകള് ആ പെരുന്നാളിന്റെ ദിവസം നല്ല ഫിറ്റായ ഷർട്ടും തുണിയൊക്കെ ഇട്ട് ശരീരത്തിന്റെ ഭംഗിയൊക്കെ മറ്റുള്ള ആളുകൾക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന വിധം അങ്ങാടിയിലൂടെ ഇറങ്ങി ഇങ്ങനെ വിലസാൻ നടന്നാൽ ഞാൻ ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ പൊറുക്കലിൽ നമ്മൾ ഉൾപ്പെടുമോ? നമ്മളെ ഈ റമദാൻ നമുക്ക് ഫലവത്താകുമോ? നമ്മളെ പെരുന്നാൾ നമുക്ക് ഫലവത്താകുമോ? അതുകൊണ്ട് അള്ളാഹു അനുവദിച്ച കാര്യങ്ങളിൽ മാത്രം പെരുന്നാൾ ദിവസം നമ്മൾ ഉപയോഗപ്പെടുത്തണം. അള്ളാഹു അനുവദിച്ച എത്ര കാര്യങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ സന്ദർശിക്കുക, കുടുംബ ബന്ധം ചേർക്കുക, അയൽവാസികളുമായുള്ള സ്നേഹം പുലർത്തുക, നമ്മളെ ഉസ്താദുമാരെ പോയി കാണുക, അല്ലെങ്കിൽ ശിഷ്യന്മാരെ ക്ഷണം സ്വീകരിക്കുക. നമ്മളെ മരണപ്പെട്ടുപോയ ഉപ്പാരില്ലേ, നമ്മളെ പണ്ട് പെരുന്നാളിന് കൈപിടിച്ചുകൊണ്ടുപോയ ബാപ്പ, നമുക്ക് പെരുന്നാളിന് കുളിപ്പിച്ച് കുപ്പായവും തുണിയൊക്കെ ഉടുപ്പിച്ച് തന്ന ഉമ്മയില്ലേ, ആ പെരുന്നാളിന്റെ അന്ന് നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നിട്ട് വിളമ്പി തന്ന് കുഴച്ചു തന്ന ഉമ്മയില്ലേ, ആ ഉമ്മണ്ടല്ലോ കബറിൽ കിടക്കുന്നു. ബാപ്പയുണ്ടല്ലോ കബറിൽ കിടക്കുന്നു. പഠിപ്പിച്ച ഉസ്താദുമാരുണ്ടല്ലോ കബറിൽ കിടക്കുന്നു. നമ്മളെ കൂടെ കൈപിടിച്ച് നടന്നവരുണ്ടല്ലോ, അവർക്ക് പെരുന്നാളുണ്ടോ? അവർക്കിപ്പോൾ നമ്മളെപ്പോലെ ഇവിടെ നല്ല ഷർട്ടും തുണിയിട്ട് പോകാൻ പള്ളിയിലേക്ക് പോകാൻ അവസരമുണ്ടോ? അവരുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്യാൻ നോക്കുക, അവരുടെ പേരിൽ ഒരു യാസീൻ ഓതി ദുആ ചെയ്യാൻ നോക്കുക. അവരുടെ ഖബറിങ്കൽ പോകാൻ സൗകര്യമുണ്ടെങ്കിൽ അവരെ ഖബറിങ്കൽ ചെന്ന് സലാം ചൊല്ലുക, എന്നിട്ട് അവരെ ഒന്ന് സിയാറത്ത് ചെയ്യുക. അപ്പോൾ അവർക്ക് അവരുടെ കുടുംബങ്ങളെ കാണുമ്പോൾ പെരുന്നാളിന്റെ എന്നൊരു സന്തോഷം, അവരുടെ പേരിൽ ഫാത്തിഹ ഓതി സിയാറത്ത് ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു സന്തോഷം, അവരുടെ ഒരു പൊരുത്തം അതെത്രയാ. അത്തരത്തിലുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാം, ഹലാലായ എന്ത് കാര്യങ്ങളുമാകാം. ഹറാമായ ഒരു പ്രവർത്തനത്തിലും അല്ലാഹു വെറുക്കപ്പെടാത്ത ഒരു പ്രവർത്തനത്തിലും നമ്മുടെ വളരെ മഹത്വമേറിയ നമുക്ക് അല്ലാഹു തആല പുറത്തു തന്ന് നമ്മളെ മോചിപ്പിച്ചയക്കുന്ന ആ മഹത്തായ പെരുന്നാൾ ദിനം തെറ്റായ ഒരു വിഷയത്തിലും ചെലവഴിക്കരുതേ ചെറുപ്പക്കാരെ, ഉമ്മമാരെ. അല്ലാഹുവിന്റെ അടുക്കൽ ആ പെരുന്നാളിന് മാത്രം പോരാ, പെരുന്നാളാകുന്നതോടുകൂടി ഹജ്ജിന്റെ മാസം തുടങ്ങുകയാണ്.
ശവ്വാല്, ദുൽഖഅദ്, ദുൽഹജ്ജ് മൂന്നും ഹജ്ജിന്റെ മാസമാണ് എന്ന് പറഞ്ഞാൽ ഹജ്ജിന് ഇഹ്റാം കെട്ടാൻ പറ്റുന്ന മാസമാണ്. ആ വലിയ ഒരു മഹത്വമേറിയ പരിശുദ്ധ ഇസ്ലാമിന്റെ അഞ്ചാമത്തെ ഇബാദത്ത്, അഞ്ചാമത്തെ കാര്യമായ ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാസത്തിന്റെ തുടക്കമാണ് വരുന്നത്. ആ വലിയ പുണ്യമേറിയ മാസം, വലിയൊരു പുണ്യമേറിയ മാസത്തിൽ നിന്ന് മാറി വേറൊരു പുണ്യമേറിയ മാസത്തിലേക്ക്, ഇബാദത്തിലേക്ക് കടക്കേണ്ട സമയത്ത് പെരുന്നാളിന്റെ അന്ന് അതുവരെ ചെയ്ത എല്ലാ കർമ്മങ്ങളും നശിപ്പിക്കുന്ന വിധത്തിലുള്ള തെറ്റായ പ്രവർത്തനങ്ങളിൽ മുസ്ലിം ഉമ്മത്ത് ഏർപ്പെടരുത്, അള്ളാഹുവിനെ മറന്നുപോകരുത് എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാര്, സ്ത്രീകൾ പറഞ്ഞു, ഓ നബിയെ, ഖുർആനിൽ ഇങ്ങനെ ആണുങ്ങളെ പറ്റി ധാരാളം പറയുന്നു, പെണ്ണുങ്ങളെ കാര്യത്തിൽ പെണ്ണുങ്ങളെ ഖൈറിനെ സംബന്ധിച്ച് എന്തേ അങ്ങനെയൊന്നും പറയാത്തത്? ഇങ്ങനെ പറഞ്ഞ പല സ്ഥലങ്ങളും ഉണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഒരു ആയത്താണ്, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ ഖാനിതീന വൽ ഖാനിതാത്ത് والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. ഓ സുഹൃത്തുക്കളെ, അല്ലാഹു തആല ആർക്കാണ് പടച്ചവൻ പ്രതിഫലം കൊടുക്കുന്നത്? മഹത്തായ പ്രതിഫലം റബ്ബ് കൊടുക്കുന്നത് ആർക്കാണ്? അല്ലാഹു ആർക്കാണ് പുറത്തു കൊടുക്കുന്നത്? അവസാനം അല്ലാഹു പറഞ്ഞത്, ആയത്തിന്റെ അവസാനം അതാണ്, അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ, അല്ലാഹു അവർക്ക് പൊറുക്കലിനെ തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്നു, വഅജ്റൻ അളീമാ, മഹത്തായ പ്രതിഫലം അല്ലാഹു തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്നു. ഇത് രണ്ടും റബ്ബ് തയ്യാർ ചെയ്തു വെച്ചത് ആർക്കാണ്? ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, നിശ്ചയം അല്ലാഹു കൽപ്പിച്ചതിനെ അനുസരിക്കുന്നവർ, അനുസരിക്കുന്ന പുരുഷന്മാർ, അനുസരിക്കുന്ന സ്ത്രീകൾ, ഈ അനുസരണ ബോധം നമുക്കുണ്ടാകണം. നേരത്തെ ഇവിടെ പ്രസംഗിക്കുമ്പോ പണ്ഡിതന്മാര് സൂചിപ്പിച്ചില്ലേ നിങ്ങളോട്, എന്റെ ചെറുപ്പക്കാരെ, അനുസരണം വേണം. നമ്മുടെ ഏത് വിഷയത്തിലും അനുസരണം വേണം. തലയിൽ തീരെ രോമമില്ലാത്തവരുണ്ട്, രോമങ്ങൾ കൊഴിഞ്ഞുപോയി കഷണ്ടിയായി പോയവരുണ്ട്. ഒരു രോമം നട്ട് വളർത്താൻ നമുക്ക് കഴിയില്ല. എങ്കിൽ പറയട്ടെ, ആ തലയിലെ രോമം വെട്ടിക്കുമ്പോൾ ക്രോപ്പ് ചെയ്യുന്ന സ്വഭാവം പഴയ കാലത്ത് അമുസ്ലിം സഹോദരന്മാരിൽ പലരും ചെയ്യുന്ന സ്വഭാവം ഇന്ന് ഏതോ നടന്മാരെ കണ്ടിട്ട് സ്വന്തം തലയിൽ നടപ്പാക്കുന്ന ചെറുപ്പക്കാരെ കാണുന്നുണ്ട്. നിങ്ങൾ ആലിമീകളോടൊന്ന് ചോദിക്കണം, ഞങ്ങളെ ഈ തല ഈ രൂപത്തിലാക്കാൻ പറ്റുമോ? സുബ്ഹാനല്ലാഹ്. തലയുടെ 4 ഭാഗത്തും മുടിയങ്ങോട്ട് വടിച്ചു കളഞ്ഞിട്ട് മധ്യത്തിൽ മാത്രം മുടി വെക്കുന്നൊരു ക്രോപ്പ്, ഇത് മതപരമായി പാടുണ്ടോ എന്ന് നിങ്ങൾ വല്ല പണ്ഡിതന്മാരോടും ചോദിച്ചോ? ഏതെങ്കിലും ബാർബർ ഷാപ്പിൽ നിന്ന് അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറഞ്ഞാൽ, ഓ മുസ്ലിമീങ്ങളെ, അത് പാടില്ലെന്ന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് കേട്ടോ. ഇത് ഞാനൊരു സാമ്പിള് പറഞ്ഞതാണ്. തല തന്നവൻ അല്ലാഹുവാണ്, രോമം തന്നവൻ അല്ലാഹുവാണ്. ഈ തല അതാ നമുക്കറിയാമല്ലോ, ഈ റമദാൻ ആയതിനു ശേഷം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആക്സിഡന്റ് ആയിട്ട് നമ്മുടെ സ്റ്റാഫുകളിൽപ്പെട്ട ഒരു മുഅല്ലിം അതാ കിടക്കുന്നുണ്ടല്ലോ, അതുപോലെ എന്റെ ഒരു അടുത്ത അയൽവാസി കിടക്കുന്നുണ്ടല്ലോ. റബ്ബേ, അപകടം പറ്റിയവർക്കൊക്കെ നീ സലാമത്ത് നൽകണേ. ചോദിക്കട്ടെ, നിന്റെ തല സംരക്ഷിക്കാൻ നിന്നെ കൊണ്ട് കഴിയുമോ?
നിന്റെ കൈ സംരക്ഷിക്കാൻ എന്നെ കൊണ്ട് കഴിയുമോ? എന്റെ ശരീരം സംരക്ഷിക്കാൻ എന്നെ കൊണ്ട് കഴിയുമോ? എന്റെ റബ്ബാണ് ഓരോ സെക്കൻഡിലും എന്നെ സംരക്ഷിക്കുന്നവന് ഉറച്ച വിശ്വാസമില്ലേ? എങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും അല്ലാഹുവിന് കീഴ്പ്പെടേണ്ടതില്ലേ? اللهم لك ركعت وبك أسلم وبك آمنت ولك أسلمت خشع لك سمعي وبصري ومخي وعظمي وعصبي وشعري وبصري وما استقلت به قدمي لله رب العالمين. റുകൂഇൽ ചൊല്ലൽ സുന്നത്തുള്ളൊരു ദിക്റാണത്. ആ ദിക്റിൽ പറയുന്നത് എന്താണ്? നിനക്ക് ഞാൻ കുനിഞ്ഞ് റുകൂഇ ചെയ്തിരിക്കുന്നു അല്ലാഹ്, നിനക്ക് ഞാൻ അനുസരണം പേടിപ്പിച്ചിരിക്കുന്നു അല്ലാഹ്, നിന്നെ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു അല്ലാഹ്. എന്റെ രോമവും എന്റെ ശരീരവും എന്റെ അവയവങ്ങളും എന്റെ ഞരമ്പുകളും എന്റെ മജ്ജയും മാംസവും മുഴുവനും നിനക്ക് അനുസരണം പ്രകടിപ്പിച്ചിരിക്കുന്നു അല്ലാഹ്. ഓ സുഹൃത്തുക്കളെ, ഈ അനുസരണം നമ്മുടെ ജീവിതത്തിൽ വേണ്ടേ? നമ്മുടെ കൈകളിൽ സ്വർണത്തിന്റെ മോതിരം പുരുഷന്മാർക്ക് പാടില്ല. ഓ സ്ത്രീകളെ, നിങ്ങൾക്ക് സ്വർണം ധരിക്കാം, നിങ്ങൾക്ക് വെള്ളി ധരിക്കാം, നിങ്ങൾ ആഭരണത്തിന് സകാത്ത് കൊടുക്കേണ്ടതില്ലെന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുകയാണ്. നിങ്ങൾക്ക് ഇളവാണ്, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇളവില്ല. പുരുഷന്മാർക്ക് വെള്ളിയുടെ ഒരു മോതിരം മാത്രം ചെറുവിരലിന് ധരിക്കാം, അത് സുന്നത്താണ്. അല്ലാത്ത വിരലിന് ധരിക്കുന്നത് തെറ്റാണ്, ഒന്നിലധികം ധരിക്കുന്നതും തെറ്റാണ്. അതേ സമയത്ത് ചെറുവിരലിന്റെ ഒരു വെള്ളി മോതിരം സുന്നത്താണ്. അതേസമയം സ്ത്രീകൾക്ക് എത്ര മോതിരവുമാകാം, എത്ര വളയുമാകാം, ആഭരണം നിങ്ങൾക്ക് അനുവദനീയമാണ്. പക്ഷേ നിങ്ങളുടെ ശരീരത്തിലെ മുടി മറ്റുള്ളവർക്ക് കാണാനൊരു വകുപ്പുമില്ല. നിങ്ങളെ ശരീരത്തിൽ നിന്ന് ശരീരത്തിന്റെ അവയവങ്ങൾ കാണാൻ വകുപ്പില്ല. ഇന്ന് നമ്മുടെ പെൺകുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന വളരെ ഫിറ്റായ പേന്റുണ്ടല്ലോ, ശരീരത്തിന്റെ തുടിപ്പ് ശരിക്കെടുത്തു കാണിക്കുന്ന വസ്ത്രധാരണ അല്ലാഹു പൊരുത്തപ്പെടുന്നതല്ല കേട്ടോ. ഹബീബായ നബി പൊരുത്തപ്പെടുന്നതല്ല കേട്ടോ. ആ വസ്ത്രം ധരിച്ചിട്ട് അന്യപുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന ശൈലിയിൽ ഇറങ്ങി നടക്കുന്ന നടത്തം അല്ലാഹു പൊരുത്തപ്പെടുന്നതല്ല കേട്ടോ. പഴയ കാലത്ത് മറച്ചു പിടിച്ച് ഇറങ്ങി നടന്നിരുന്ന സ്ത്രീകൾ അതിന് പകരം ഭംഗി പ്രകടിപ്പിക്കുന്ന ഈ വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന രക്ഷിതാക്കളും ഭർത്താക്കന്മാരും ധരിക്കുന്ന സ്ത്രീകളും എല്ലാവരും റബ്ബിനെ ധിക്കരിച്ചവരാണ് കേട്ടോ. കാണുന്ന ഏത് പുരുഷന്റെ പിന്നാലെ പോകാനും, മക്കളുണ്ടെങ്കിലും ഭർത്താവിനെ വിട്ട് കാണുന്നവന്റെ പിന്നാലെ പോകാനും മടിക്കാത്ത വിധത്തിലേക്ക് സ്ത്രീകളെ അധപ്പതിച്ചതിപ്പിച്ചതിന്റെ പിന്നിൽ പുരുഷന്മാര് തന്നെയല്ലേ. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, റബ്ബിന്റെ അടുക്കൽ പ്രതിഫലം വേണോ, മാപ്പ് ലഭിക്കണോ? അല്ലാഹുവിനെ അനുസരിക്കുന്ന പുരുഷന്മാരാകണം, അല്ലാഹുവിനെ അനുസരിക്കുന്ന സ്ത്രീകളാകണം. രണ്ടാമത് റബ്ബ് പറയുന്നു വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഈമാൻ, അതേ വിശ്വസിക്കേണ്ടതൊക്കെ വിശ്വസിക്കണം. കുറച്ചു കാലം ഫാഷനും പരിഷ്കാരവും അതുപോലെയുള്ള കളിയും ചിരിയും തമാശയും ഹറാമും കള്ളും പെണ്ണുമൊക്കെ ഒന്നൊഴിച്ച് കൃത്യമായൊന്ന് നിസ്കരിച്ച് അതാ കളവ് പറയാതെ, ചീത്ത പറയാതെ, തെറി പറയാതെ, അതാ ചുണ്ടി പിടിക്കാതെ, വെറുപ്പ് പ്രകടിപ്പിക്കാതെ, ക്ഷമയോടുകൂടി അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ച് വേറെ ആരെയും നിസ്സാരപ്പെടുത്താതെ, ആരെയും കുറ്റം പറയാതെ, ആരെയും പരിഹസിക്കാതെ, ആരെയും നിന്ദിക്കാതെ, ഒരു ആലിമിനെയും
പരിഹസിക്കാതെ, കുറ്റം പറയാതെ, ഒരു മോമിനെയും അവമതിക്കാതെ, ഒരു വർഗീയവാദിയോ ഭീകരവാദിയോ തീവ്രവാദിയോ ആകാതെ, ഒരക്രമവും ചെയ്യാതെ, മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റുകൾക്ക് മാപ്പ് നൽകി, മനസ്സൊന്ന് നന്നാക്കി വിശാലമായ മനസ്സോട് ഞാനൊരു വലിയവനെന്ന ചിന്തയില്ലാതെ, എന്നെ പരിഗണിച്ചില്ലെന്ന ആലോചനയില്ലാതെ, ഞാൻ എന്റെ റബ്ബിന്റെ പാവപ്പെട്ട അടിമയാണെന്ന ബോധത്തോട് അല്ലാഹു കൽപ്പിച്ചതെടുത്തുകൊണ്ട്, അല്ലാഹു വിരോധിച്ചതൊഴിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ വഴിയിൽ ഒരു കുറഞ്ഞ കാലമങ്ങ് ജീവിച്ചാൽ നീണ്ട കാലം, കഥാ തീരാത്ത കാലം, അതേ അത് 100,000 കോടിയല്ല, 100,000 കോടി 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 എത്ര കൊല്ലം കോടി പറഞ്ഞാലും തീരില്ല. അങ്ങനെയുള്ള കാലം സുഖമായി സ്വർഗത്തിൽ കഴിയാൻ കുറഞ്ഞ കാലം ജീവിക്കുമ്പോൾ ഒന്ന് നന്നായി ജീവിക്കണമെങ്കിൽ സ്വർഗത്തിൽ ഉറച്ച വിശ്വാസം വേണം കേട്ടോ. റബ്ബിന്റെ ശിക്ഷയെക്കുറിച്ച് ഉറച്ച വിശ്വാസം വേണം കേട്ടോ. റബ്ബ് സർവ്വ കാര്യങ്ങളും അറിയുന്നു എന്ന ഉറച്ച വിശ്വാസം വേണം കേട്ടോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻപല്ല് പൊട്ടിത്തെറിച്ചും തല പൊട്ടിത്തെറിച്ചും രക്തമൊലിച്ചും കഠിനാധ്വാനം ചെയ്ത് പരിശുദ്ധതയും പ്രചരിപ്പിച്ചതും നമ്മുടെ മുൻഗാമികൾ അധ്വാനിച്ച് നമുക്ക് എത്തിച്ചു തന്നതും അവര് നമ്മെ നയിക്കുന്നത് സ്വർഗത്തിലേക്കാണെന്ന ശരിയായ വിശ്വാസം വേണം കേട്ടോ. അതാണ് റബ്ബ് അടുത്ത് പറയുന്നത്, വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഉറച്ച വിശ്വാസത്തോടെ പ്രവർത്തിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും അങ്ങനെ അല്ലാഹുവിനനുസരിക്കുന്നവരും വിശ്വസിക്കുന്നവരുമാകുമ്പോ വൽ ഖാനിതീന വൽ ഖാനിതാത്ത്, അല്ലാഹുവിനെ പൂർണ്ണമായി അനുസരിച്ചു, അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും അങ്ങനെ വരുമ്പോൾ അത് പോരാ. സ്വന്തം നന്നായാൽ പോരാ, മറ്റുള്ളവരെയും പരിപൂർണതയിലെത്തിക്കണം, മറ്റുള്ളവർക്കും നല്ലത് പറഞ്ഞു കൊടുക്കണം, മറ്റുള്ളവരെയും നന്മയിലേക്ക് നയിക്കണം. അതാണ് വസ്സാദിഖീന വസ്സാദിഖാത്ത്. ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് സത്യം മാത്രം പറഞ്ഞു, അതേ ചിരിപ്പിക്കാൻ കള്ളം പറയുന്ന പ്രസംഗകനല്ല, കെട്ടുകഥ പറയുന്ന പ്രാസംഗികനല്ല, ജനങ്ങൾക്കിടയിൽ സ്ഥാനം കിട്ടാൻ വേണ്ടി പറയുന്നവനല്ല. മറിച്ച് വസ്സാദിഖീന വസ്സാദിഖാത്ത്, മറ്റുള്ളവരെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി പ്രവർത്തിക്കുമ്പോ സത്യം മാത്രം പറയുന്ന പുരുഷന്മാരും സത്യം മാത്രം പറയുന്ന സ്ത്രീകളും വസ്സാബിരീന വസ്സാബിറാത്ത്, അങ്ങനെ സത്യമായ പാതയിൽ ജീവിക്കുകയും മറ്റുള്ളവർക്ക് സത്യം പറഞ്ഞു കൊടുത്ത് അവരെ സത്യത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും എതിർപ്പുകളുണ്ടാകും, ചീത്ത പറയുന്നവരുണ്ടാകും, തെറി പറയുന്നവരുണ്ടാകും, തെറ്റിദ്ധരിക്കുന്നവരുണ്ടാകും, കുറ്റം പറയുന്നവരുണ്ടാകും, അതുപോലെ പലരും ഉണ്ടാകും. അവിടെയെല്ലാം എന്ത് പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളിൽ പരിപൂർണമായി ക്ഷമിക്കുന്നവരും പൊറുതികേടില്ല ക്ഷമിക്കുകയാണ്. വസാബിരീന വസാബിറാത്ത്, എന്ത് പ്രശ്നം വന്നാലും മുസീബത്ത് വന്നാലും അവിടെ ക്ഷമിക്കുകയാണ്. അതുപോലെ സൽക്കർമ്മം ചെയ്യാൻ വേണ്ടി സുബഹിക്ക് എഴുന്നേൽക്കാൻ വേണ്ടി ക്ഷമിച്ച് എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ്. അതുപോലെ ഹറാമിലേക്ക് ചെറുപ്പക്കാര് വിളിക്കുമ്പോ അതിലേക്ക് പോകാതെ ശരീരത്തെ ബന്ദ് ചെയ്യുകയാണ്. തെറ്റായ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം നൽകുമ്പോ അതിലേക്ക് പോകാതെ ക്ഷമിക്കുകയാണ്. വസാബിരീന വസാബിറാത്ത്, ക്ഷമ എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കുക, ശരീരത്തെ പിടിച്ചു വെക്കുക, തെറ്റിലേക്ക് പോകാതെ, മനസ്സിനെ പിടിച്ചു വെക്കുക, തെറ്റ് ചിന്തിക്കാതെ, എല്ലാ വിഷയത്തിലും പിടിച്ചു വെക്കുക, ബന്ദ് ചെയ്യുക. അതാണ് ക്ഷമ. ക്ഷമ പല സൈസ് ക്ഷമയുണ്ട്, ഇപ്പൊ പറയാൻ സമയമില്ല. ചിലപ്പോ കുടുങ്ങിയിട്ടുള്ള ക്ഷമ ഉണ്ട്. അതെങ്ങനെ?
അതെ, അയാളെ ബാപ്പ മരിച്ചുപോയി, അയാൾ ക്ഷമിക്കല്ലാതെ എന്താക്കാനാ? അതെന്ത് ചെയ്താലും ബാപ്പ മടങ്ങിയിരൂല. അവിടെ ക്ഷമയുണ്ട്. അതുപോലെ തന്നെ കിട്ടുമെന്ന് കണ്ടാലുള്ള ക്ഷമയുണ്ട്. അതാണല്ലോ സ്വന്തം ഭാര്യനെയും മക്കളെയും ഒക്കെ വിട്ടിട്ട് വിദേശത്തൊക്കെ പോയിട്ട് നന്നായിട്ട് വെയിലുള്ള ആള് വല്ലാതെ ബുദ്ധിമുട്ടാണ്. വിദേശത്തൊക്കെ പോയിട്ട് അധ്വാനിക്കുന്നവര് ക്ഷമിക്കുകയാണ്. എന്തുകൊണ്ടാണ് ക്ഷമിക്കുന്നത്? കാര്യം കിട്ടുമെന്ന് കണ്ടിട്ടാണ്. അവ കാര്യം കിട്ടുമെന്ന് കണ്ടാൽ ക്ഷമിക്കും, നിവൃത്തിയില്ലാതിരുന്നാൽ ക്ഷമിക്കും, സ്വാഭാവികമാണ്. എങ്കിൽ സുഹൃത്തുക്കളെ, സ്വർഗത്തെക്കാൾ വലിയ കാര്യം എന്താ കിട്ടാനുള്ളത്? അതിനെത്ര ക്ഷമിച്ചാലെന്താ? സ്വർഗം കിട്ടാൻ വേണ്ടി എത്ര ക്ഷമിച്ചാലെന്താ? നരകത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി എത്ര ക്ഷമിച്ചാലെന്താ? എത്രയും ക്ഷമിച്ചുകൂടെ, എന്തും ക്ഷമിച്ചുകൂടെ. അതുകൊണ്ട് തന്നെ രോഗം വരുമ്പോൾ പൊറുതുകേട് കാണിക്കരുത്. സുബ്ഹാനല്ലാഹ്, ഒരു കുട്ടി മരിക്കുമ്പോ ആ മരിച്ചു പോയാൽ, അല്ലെങ്കിൽ ബാപ്പ മരിച്ചു പോയാൽ, ഏതാ പഠിച്ചവനെ, എന്റെ ഉമ്മമാരെ, ഒരു കുട്ടി മരിച്ച സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന കുട്ടിയാണെന്ന് കരുതി ക്ഷമിക്കണം. അവിടെ അപ്പോൾ പിന്നെ എന്റെ മോനെ കൊന്നില്ലേ, എന്റെ മോൻ മരിച്ചില്ലേ, എന്നെ നിനക്കൊന്ന് പിടിച്ചുകൂടെ എന്ന് ചോദിക്കരുത്. പടച്ചവൻ തന്നതിന് പൊരുത്തപ്പെടണം. ആ മകനെ മരിപ്പിച്ചതിനെ സ്വർഗത്തിലെത്തിക്കാനാണെന്ന് കരുതണം. അള്ളാനെ പറ്റി നല്ല വിചാരം വേണം. അല്ല എന്ത് മുസീബത്ത് വന്നാലും അള്ളാനെ പറ്റി പോകരുത്. അള്ളാഹുവിനെ പറ്റി ദോഷമായ വിചാരം വന്നു പോകരുത്. മുസീബത്ത് വന്നാൽ അത് ഈ ലോകത്തുള്ള മുസീബത്തല്ലേ, അതിന് പകരം വന്ന സ്വർഗം തരികയാണെങ്കിലോ. സുബ്ഹാനല്ലാഹ്, ഞാൻ ഈ റമദാനിൽ ഒരാളെ രോഗം കാണാൻ പോയി. നമ്മുടെ സ്ഥാപനത്തെ വല്ലാതെ സഹകരിച്ച, വല്ലാതെ സഹായിച്ച മഹമ്മൂദ് മുസ്ലിയാർ, അല്ലാഹുവേ നീ അദ്ദേഹത്തിന് ആഫിയത്ത് നൽകണേ, സലാമത്ത് നൽകണേ. അദ്ദേഹം ചെന്ന സമയത്ത് എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്: അല്ലാഹു തആല എനിക്ക് സ്വർഗം തരുമെങ്കിൽ, അല്ലാഹു എനിക്ക് സ്വർഗം തരുമെങ്കിൽ ഇപ്പൊ തന്നെ മരിക്കുന്നതിന് എനിക്കൊരു കുഴപ്പവുമില്ല, എനിക്കെന്ത് വന്നാലും കുഴപ്പമില്ല. സുഹൃത്തുക്കളെ, റബ്ബിനെ കൊണ്ട് തൃപ്തിപ്പെടണം, റബ്ബിനെ സ്നേഹിക്കണം. ഒരു പ്രശ്നം വരുമ്പോഴേക്ക് പതറിപ്പോകരുത്. ഈ എത്ര വലിയ രോഗം വന്നാലും പതറരുത്, ഈ ആര് മരിച്ചാലും പതറരുത്, എന്ത് സംഭവിച്ചാലും പതറിപ്പോകരുത്. അല്ലാഹു തരുന്നത് ക്ഷമാപൂർവം സ്വീകരിക്കണം. വസ്സാബിരീന വസ്സാബിറാത്ത്, അല്ലാഹുവിന്റെ കൽപ്പനക്ക് വിധേയമായി ജീവിക്കാൻ അവിടെയും ക്ഷമ വേണം, ക്ഷമ വേണം. അല്ല കൽപ്പിച്ചിട്ടുണ്ട്, അവിടെ പോകാൻ പോകും. അല്ല വിരോധിച്ചിട്ടുണ്ട്, അത് ഞാൻ തൊടൂല, അത് ഞാൻ പറയൂല, അത് ഞാൻ ചെയ്യൂല, അതിന് ഞാൻ കൂട്ടുനിൽക്കൂല. കാരണം എന്നെ പഠിച്ച് എനിക്കെല്ലാം തന്നെ റബ്ബ് വിരോധിച്ചിട്ടുണ്ട്. ഈ നിലക്കുള്ള ക്ഷമ വേണം. വസ്സാബിരീന വസ്സാബിറാത്ത്, ക്ഷമിക്കുന്ന പുരുഷന്മാരും ക്ഷമിക്കുന്ന സ്ത്രീകളും. വൽഖാശിഈന വൽഖാശിആത്ത്. സുബ്ഹാനല്ലാഹ്, ഇസ്ലാമുണ്ട്, ഈമാനുണ്ട്, അല്ലാഹനെ അനുസരിച്ച് ജീവിക്കുന്നുണ്ട്, ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, ക്ലാസ് എടുക്കുന്നുണ്ട്, നല്ലത് പറയുന്നുണ്ട്, പ്രശ്നം വരുമ്പോ ക്ഷമിക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടാവുമ്പോ ഇബ്ലീസ് പറ്റിക്കാൻ വരും. ഇബ്ലീസ് നമ്മളെ തോന്നിപ്പിക്കും. ഞാനിതൊക്കെ ചെയ്ത ആളല്ലേ, എന്നെ കാണുമ്പോ ജനങ്ങൾക്കൊന്ന് എഴുന്നേറ്റ് നിന്നൂടെ, എന്നെ ഒന്ന് പരിഗണിച്ചൂടെ, ഞാൻ ഈ സേവനമൊക്കെ ചെയ്തതല്ലേ, ആ ചെയ്തപ്പോൾ ആ സേവനം ചെയ്തു കൊടുത്ത നാട്ടുകാർക്ക് എന്നെ ഒന്ന് പരിഗണിച്ചൂടെ, ഞാൻ ഇന്ന സേവനങ്ങളൊക്കെ ചെയ്തതല്ലേ, എന്റെ അടുക്കൽ സേവനം ചെയ്ത് അതാ ജോലി ചെയ്തവര് ഞാൻ ശമ്പളം കൊടുത്തതല്ലേ, ഞാൻ വിസ കൊടുത്തതല്ലേ, അല്ലെങ്കിൽ ഞാൻ അവനെ സഹായിച്ചതല്ലേ, അല്ലെങ്കിൽ ഞാൻ അവിടെ കുറെ സേവനങ്ങൾ ചെയ്തതല്ലേ, അപ്പൊ എന്നൊന്ന് പരിഗണിച്ചൂടെ. ഇങ്ങനത്തെ ചിന്തകൾ കൊണ്ടുവന്ന് ശൈത്താൻ പരാജയപ്പെടുത്തിക്കളയും. അതുകൊണ്ട് റബ്ബ് പറയാണ്, ഈ ആയത്തിന്റെ തഫ്സീർ ഇമാം റാസി തങ്ങൾ വിവരിക്കുകയാണ്, വൽഖാശിഈന വൽഖാശിആത്ത്, അല്ലാഹുവിനെ ഭയപ്പെടുകയും അല്ലാഹുവിനെ ഓർക്കുകയും അല്ലാഹുവിനെ
ഭക്തിപൂർവം ജീവിക്കുകയും ചെയ്യുന്ന പുരുഷന്മാരും സ്ത്രീകളുമാകണം. എന്നെ ഒന്ന് പരിഗണിക്കണമെന്ന ചിന്ത ഉണ്ടാകരുത്, എന്നെ പരിഗണിച്ചില്ല എന്ന ചിന്ത ഉണ്ടാകരുത്, എന്നെ ബഹുമാനിക്കണമെന്ന ചിന്ത ഉണ്ടാകരുത്, എന്നെ ബഹുമാനിച്ചില്ലെന്ന ചിന്ത ഉണ്ടാകരുത്. അല്ലാഹുവിന് വേണ്ടിയല്ലേ എന്റെ സേവനം, അല്ലാഹ്ക്ക് വേണ്ടിയല്ലേ എന്റെ പ്രവർത്തനം, എനിക്കല്ലേ അതിന്റെ പ്രതിഫലം. അതുകൊണ്ട് മറ്റൊരാളുടെ അടുക്കൽ ഒരു സ്ഥാനമോ മാനമോ ബഹുമാനമോ ചിന്തിക്കാതെ അല്ലാഹുവിലേക്ക് തന്നെ ഖൽബ് തിരിയണം. അതും കൂടി വേണം. അതാണ് വൽ ഖാശീന വൽ ഖാശിആത്ത് വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്ത്. ശരീരം കൊണ്ട് കഠിനാധ്വാനം ചെയ്തുണ്ടാക്കുന്നതല്ലേ സമ്പത്ത്. അതേ ശരീരം എത്ര പ്രയാസപ്പെടും സമ്പത്തിന് വേണ്ടി. അങ്ങനെയുള്ള സമ്പത്തുകൾ സാധുക്കളെ സഹായിക്കാൻ ധർമ്മം ചെയ്യുന്നവരാണ്, അള്ളാന്റെ ദീനിന്റെ സംരക്ഷണത്തിന് കൊടുക്കുന്നവരാണ്, അള്ളാന്റെ ദീനിന്റെ നിലനിൽപ്പിനും അതിന്റെ വികാസത്തിനും അതിന്റെ ഉയർച്ചക്കും സദഖ നൽകുന്ന പുരുഷന്മാർ, സദഖ നൽകുന്ന സ്ത്രീകൾ. വസ്സായിമീന വസ്സായിമാത്ത്. അല്ലാഹു തആലാന്റെ പൊരുത്തത്തിന് വേണ്ടി ഭക്ഷണവും വെള്ളവും സർവവും ഉപേക്ഷിച്ചുകൊണ്ട് നോമ്പ് പിടിക്കുകയും ചെയ്യുന്ന പുരുഷന്മാർ, നോമ്പെടുക്കുന്ന പുരുഷന്മാർ. വസ്സായിമാത്ത്, നോമ്പെടുക്കുന്ന സ്ത്രീകൾ. അല്ലാഹ് ഫർളായ നോമ്പ് എടുത്തിട്ടുണ്ടല്ലോ, ഒഴിഞ്ഞു പോയതുണ്ടെങ്കിൽ ഖലാ വീട്ടണമല്ലോ. എന്നാൽ സുന്നത്തായ നോമ്പുകളും എടുത്തുകൊണ്ടല്ലേ സാലിഹീകളുടെ ജീവിതം. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, അതാ റമദാൻ കഴിഞ്ഞാൽ 6 ദിവസത്തെ നോമ്പ്, സുന്നത്തായ നോമ്പ്, അത് കഴിയുമെങ്കിൽ എടുത്തോ. 360 ദിവസം ഒരു കൊല്ലം നോമ്പെടുത്ത പ്രതിഫലം റമദാനിന്റെ കൂടെ 6 ദിവസവും കൂടി പെരുന്നാളിന്റെ ഉടനെ 6 ദിവസവും കൂടി നോമ്പെടുത്താൽ അല്ലാഹു തആല തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ വലിയ പുണ്യമുള്ള 6 നോമ്പ് കഴിയുമെങ്കിൽ എടുത്തോ. അതുപോലെ തന്നെ ഒരു മാസത്തിൽ 13, 14, 15 അയ്യാമുൽ ബീദിന്റെ നോമ്പെടുത്തനെടുത്താൽ അവൻ വസ്സായിമീന വസ്സായിമാത്ത്, നോമ്പെടുത്ത പുരുഷന്മാര് നോമ്പെടുത്ത സ്ത്രീകൾ എന്ന വിശേഷണത്തിന് അർഹരാകുമെന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ പറഞ്ഞത് കാണാം. മാസത്തിലൊരു 3 നോമ്പെടുക്കുമ്പോൾ 30 നോമ്പിന് അത് കിടപിടിക്കുകയാണ്. അത് വലിയ പ്രതിഫലമുള്ളതാണ്. വസ്സായിമീന വസ്സായിമാത്ത് വൽഹാഫിളീന ഫുറൂജഹും വൽഹാഫിളാത്ത്. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് പറഞ്ഞല്ലോ, 2 തെറ്റുകൾ നിങ്ങൾ ചെയ്യൂല എന്ന് എനിക്ക് ബാധ്യതയേറ്റ സ്വർഗം തരും, ഞാനും ബാധ്യതയേൽക്കും. ആ 2 തെറ്റുകളിൽ ഒന്ന്, നിങ്ങളുടെ നാവ് കൊണ്ട് തെറ്റ് ചെയ്യില്ലെന്ന് ബാധ്യതയേൽക്കണം. മാബൈനലീഹി, നിങ്ങളെ 2 താടിയെല്ലിന്റെ ഇടക്കുള്ള സാധനം നാവ്. നാവ് കൊണ്ട് വേറൊരാളെ കുറ്റം പറയാതെ, കളവ് പറയാതെ, ചീത്ത പറയാതെ, തെറി പറയാതെ, അനാവശ്യം സംസാരിക്കാതെ നാവ് സൂക്ഷിച്ച് നിങ്ങൾ ജീവിക്കുമെന്ന് നിങ്ങളൊന്ന് ഏറ്റെടുക്കുമോ? അതുപോലെ മാബൈന ഫഖദൈഹി, നിങ്ങളുടെ 2 കാലിനിടയിലുള്ള രഹസ്യാവയവങ്ങൾ കൊണ്ട് നിങ്ങൾ തെറ്റുകയുമില്ല എന്ന് നിങ്ങൾ ഏറ്റെടുത്താൽ അദ്മനലുൽ ജന്ന, അവന് സ്വർഗം കൊടുക്കൂന്ന് നമ്മൾ ഏറ്റെടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ജീവിതം കഴിഞ്ഞുപോയി. കഴിഞ്ഞ ജീവിതത്തിൽ വന്ന തെറ്റുകളിൽ നമ്മൾ അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കണം. റബ്ബ് നമുക്ക് മാപ്പ് നൽകട്ടെ. വൽഹാഫിളീന ഫുറൂജഹും വൽഹാഫിളാത്ത്,
അവരഹസ്യാവയവങ്ങൾ കൊണ്ട് തെറ്റ് ചെയ്യുകയില്ലെന്ന് ഉറപ്പിച്ച് സൂക്ഷിച്ച് ജീവിച്ചാൽ والحافظين فروجهم والحافظات കൊടുത്തോളൂ അതെല്ലാം ചോദിക്കാനാണ് والذاكرين الله كثيرا والذاكرات പിന്നെയാണ് അല്ലാഹു തആല പറയുന്നത് والذاكرين الله كثيرا والذاكرات ഇതുവരെ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ ചിന്തിച്ചില്ലേ സദഖ ചെയ്യുന്നവരെന്നാ പറഞ്ഞത് നോമ്പെടുക്കുന്നവരെന്നാ പറഞ്ഞത് അതുപോലെ ഗുഹ്യസ്ഥാനങ്ങൾ സൂക്ഷിക്കുന്നവരെന്നാ പറഞ്ഞത് അങ്ങനെയൊക്കെ പറഞ്ഞു ഇവിടെ എത്തിയപ്പോൾ അല്ലാഹുവിനെ ധാരാളം ഓർക്കുന്ന പുരുഷന്മാർ അല്ലാഹുവിനെ ധാരാളം ഓർക്കുന്ന സ്ത്രീകൾ അവിടെ അല്ലാഹു തആല ധാരാളം എന്ന് ചേർത്തിരിക്കുകയാണല്ലോ എന്തേ അതിന്റെ കാരണം മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയാണ് അല്ലാഹുവിനെ ഓർക്കൽ എപ്പോഴെങ്കിലും പോരാ എവിടെയെങ്കിലും പോരാ മുഅ്മിനായ മനുഷ്യന്റെ മനസ്സിൽ എല്ലാ സമയത്തും അല്ലാഹുവിനെ ഓർക്കണം അല്ലാഹുവിനെ ഓർക്കണം അല്ലാഹുവിനെ മറന്ന ഒരു സമയം മുഅ്മിനായ മനുഷ്യന് പറ്റൂല മുഅ്മിനായ പെണ്ണിന് പറ്റൂല والذاكرين الله كثيرا والذاكرات സുബ്ഹാനല്ലാഹ് നമ്മളിപ്പോ ജോലി എടുക്കുമ്പോ അല്ലാഹുവിനെ ഓർമ്മ വേണം ഹലാലായ ജോലി മാത്രമേ എടുക്കുള്ളൂ ഹറാമ് വരുമ്പോ അല്ലാഹുവിനെ ഓർമ്മ വരണം ഹറാമ് വരുമ്പോ അല്ലാഹുവിനെ ഓർമ്മ വരണം നമ്മൾ പോകുമ്പോ അല്ലാഹുവിനെ ഓർമ്മ വരണം മടങ്ങി വരുമ്പോ അല്ലാഹുവിനെ ഓർമ്മ വരണം നമ്മൾ എവിടെ പോകുമ്പോഴും അല്ലാഹുവിനെ ഓർമ്മ വേണം അങ്ങനെ വരുമ്പോൾ നമ്മൾ ബാത്റൂമിലേക്ക് കക്കൂസിലേക്ക് കയറുമ്പോ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് അവിടെ അല്ലാഹുവിന്റെ ശത്രുക്കളായ സദാ ശൈത്താന്മാരിൽ നിന്ന് ഷർറിൽ നിന്ന് കാവലും ചോദിച്ചു എല്ലാ ഷർറിലും കാവൽ ചോദിച്ചു കയറുകയാണ് ഇറങ്ങുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിൽ അദാ വഅഫനി അതാ അവിടെ അല്ലാഹുവിനെ സ്തുതിക്കുകയാണ് കാരണം ഒരു മൂത്രം ബന്ധായി പോയാൽ ഒരു മലം ബന്ധായി പോയാൽ അതിന്റെ പ്രയാസം പറയണോ അതില്ലാത്ത നിലക്ക് അല്ലാഹു തആല സൗകര്യം ചെയ്തു തന്നില്ലേ അതിന് അല്ലാഹുവിനെ സ്തുതിക്കുകയാണ് നിസ്കാരം കഴിഞ്ഞു അവിടെയും അല്ലാഹുവിനെ ഓർക്കുകയാണ് വിക്റാണ് അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ സ്ഥലത്തും അല്ലാഹുവിനെ ഓർക്കുകയാണ് നാവ് കൊണ്ട് വിക്ർ ചൊല്ലിയാൽ വളരെ നല്ലത് ചൊല്ലിയില്ലെങ്കിലും അല്ലാഹുവിനെ ഓർക്കാത്ത ഒരു സമയം മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ അല്ലാഹുവിനെ മറക്കുന്നൊരു സമയം പറ്റൂല എപ്പോഴും ഓർമ്മിക്കാൻ പറ്റുന്ന മനസ്സ് എന്നത് അല്ലാഹുവല്ലേ ആ നിലക്കുള്ള ചിന്ത എന്നത് അല്ലാഹുവല്ലേ ആ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കാനുള്ള തൗഫീഖ് എന്നത് അല്ലാഹുവല്ലേ അല്ലാഹുവിനെ എത്രയാ സ്തുതിക്കേണ്ടത് അല്ലാഹു നമുക്ക് ഈമാന് തന്നില്ലേ ലോകത്ത് വലിയ ഭരണാധികാരികൾ അമേരിക്കയുടെ പ്രസിഡന്റിന് ഈമാൻ കൊടുത്തില്ല ചൈനയുടെ പ്രധാനമന്ത്രിക്ക് കൊടുത്തില്ല പല പ്രധാനമന്ത്രിമാർക്കും പല പ്രസിഡന്റുമാർക്കും പല രാഷ്ട്രത്തലവന്മാർക്കും അല്ലാഹു കൊടുത്തില്ല എത്രയോ ശാസ്ത്രജ്ഞന്മാർ വലിയ ചിന്തയുള്ളവര് പക്ഷേ അല്ലാഹുവിനെ അറിയാൻ കഴിഞ്ഞില്ല അതുപോലെ തന്നെ ഒരുപാട് കണ്ടുപിടുത്തമുള്ളവർ പക്ഷേ അല്ലാഹുവിനെ അറിയാൻ കഴിഞ്ഞില്ല അതുപോലെ വലിയ ധനികന്മാര് ചിലർക്ക് അല്ലാഹുവിനെ അറിയാൻ കഴിഞ്ഞില്ല സാധുക്കളായ നമുക്ക് അല്ലാഹു തആല അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് ആ ഒരു സത്യം അംഗീകരിക്കാനുള്ള ഭാഗ്യം തന്നു ചോദിക്കട്ടെ ലോകത്ത് അമേരിക്കയുടെ പ്രസിഡന്റാക്കി തരാം നിന്റെ ഈമാന് വിൽക്കുമെന്ന് ചോദിച്ചാൽ നമ്മളാരെങ്കിലും വിൽക്കുമോ ഇല്ല ഇല്ല ലോകത്തിന്റെ മുഴുവനും ഭരണാധികാരിയായാലും ലോകം മുഴുക്കയുള്ള പണം കിട്ടിയാൽ ലോകത്തെന്ത് കിട്ടിയാലും അല്ലാഹു തന്ന ഈമാന് വിൽക്കൂല ഈമാൻ കളയൂല ആ അല്ലാഹുവിനെ കുറിച്ച് ഉറച്ച വിശ്വാസമുള്ള നമ്മൾ ഏത് സമയത്തും വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത് ധാരാളം അല്ലാഹുവിനെ ഓർക്കുന്ന
പുരുഷന്മാരും സ്ത്രീകളും അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറ, അവർക്ക് അല്ലാഹു തആല ദോഷം പുറത്തു കൊടുക്കുക എന്ന മഗ്ഫിറത്ത്. പാവപ്പെട്ടവരല്ലേ നമ്മൾ. അറിവുകേട് കൊണ്ട്, ചിന്തക്കുറവ് കൊണ്ട്, ദൗർബല്യം കൊണ്ട് പലപ്പോഴും പലതും തെറ്റായത് വന്നിട്ടുണ്ടാകാം. ഇതിന് നീ അങ്ങ് തയ്യാറായി ഈ കാര്യങ്ങൾ നീ അങ്ങ് ചിന്തിച്ച് ഓർമ്മിച്ച് നീ ഉൾക്കൊള്ളാൻ തയ്യാറായാൽ അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറ, അവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. വഅജ്റൻ അളീമാ, മഹത്തായ ഗംഭീര പ്രതിഫലം. കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, കാതുകൊണ്ട് കേട്ടിട്ടില്ല, ചിന്തിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള പ്രതിഫലം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. റബ്ബേ, നീ ഒരുക്കി വെച്ച പ്രതിഫലം ലഭിക്കുന്നവരിൽ, നിന്റെ മഗ്ഫിറത്ത് ലഭിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മ ബാപ്പമാർ, ഞങ്ങളെ കുടുംബങ്ങളെല്ലാവരെയും നീ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു വലിയ കൊട്ടാരവും ഭരണാധികാരവും ഒക്കെ അതിനൊന്നും നിലനിൽപ്പില്ല. നിലനിൽപ്പുള്ളത് ആഖിറത്തിലെ ജീവിതത്തിനാണ് എന്ന് ബോധ്യപ്പെട്ടതനുസരിച്ച് എല്ലാം വിട്ടിറങ്ങിയ മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു, സുഹൃത്തുക്കളെ, മഹാനവറുകളുടെ സമീപത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു, യാ ശൈഖ്, ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറൻ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയി. ഫഅല്ലിംനി കലാമൻ നജഅൽഹു അമാമി, എന്റെ മുമ്പിൽ വെക്കാൻ എനിക്ക് നിങ്ങളൊരു വാക്ക് പഠിപ്പിച്ചു തരണം. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് 6 കാര്യം പറഞ്ഞു തരും. അത് നിങ്ങൾ ചെയ്താൽ, നിങ്ങൾ സ്വീകരിച്ചാൽ പിന്നെ നിങ്ങൾക്കൊരു പ്രശ്നവുമില്ല. ഒന്നാമത്തെ കാര്യം എന്താണ്? ഇദാ അമിത ഇലാ മഅസിയത്തിൻ, നിങ്ങളൊരു തെറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, ഒരു തെറ്റ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിച്ചാൽ, നിങ്ങൾ ഫഖ്റുജ അൻ മുൽക്കില്ല, നിങ്ങൾ അള്ളാഹുവിന്റെ അധികാരത്തിൽ നിന്ന് പുറത്തു പോയിട്ട് ചെയ്യണം. അപ്പൊ ഇയാൾ ചോദിച്ചു, അതെങ്ങനെ അള്ളാഹിന്റെ അധികാരത്തിന്റെ പുറത്തു പോകാൻ കഴിയോ? ഭൂമിയും ആകാശവും അതുപോലെ ഉദയാസ്തമന സ്ഥലത്തിന്റെ അടുക്കുള്ള മുഴുവനും അള്ളാഹുവിന്റെ അധികാരത്തിലല്ലേ? അള്ളാഹിന്റെ അധികാരത്തിലല്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലമുണ്ടോ? ഭൂമിന്റെ ചോടയുണ്ടോ? മേലെയുണ്ടോ? അർശ് വരെയും അതിന്റെ ഇപ്പുറത്തും താഴെയും ഒക്കെ അള്ളാഹുവിന്റെ അധികാരത്തിലല്ലേ? അള്ളാഹിന്റെ അധികാരത്തിൽ നിന്ന് പുറത്തു പോയിട്ട് ഞാൻ എങ്ങനെയോ തെറ്റ് ചെയ്യാ? ഞാൻ എങ്ങോട്ടാ പോവാ? അപ്പോൾ ഇബ്രാഹിമിന് അദ്ഹം തങ്ങളെ ചോദ്യം, തസ്കുനു ഫീ മുൽകി വതസീ, നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നീ ഒരാൾക്ക് താമസിക്കാൻ ഒരു റൂം കൊടുക്കുക, എന്നിട്ട് ആ റൂമിൽ വെച്ച് നീ വിരോധിച്ച കാര്യം അയാൾ ചെയ്യാം. നീ നിന്റെ സ്ഥാപനത്തിൽ ഒരാളെ സ്റ്റാഫായിട്ട് എടുക്കുക, ആ സ്ഥാപനത്തിൽ നിന്നിട്ട് അയാൾ നീ വിരോധിച്ച കാര്യം ചെയ്യുക. നീ നിന്റെ പീടികയിൽ ഒരുത്തനെ നിർത്തുക, എന്നിട്ട് നീ വിരോധിച്ച കാര്യം ചെയ്യുക. അങ്ങനെ ചെയ്താൽ നീ അവനെ പറ്റി എന്തായിരിക്കും നിന്റെ ധാരണ? നീ അവനെ സംബന്ധിച്ച് എന്തായിരിക്കും ചെയ്യുക? നീ അള്ളാഹിന്റെ അധികാരത്തിൽ നിന്നിട്ട്, അള്ളാഹ്ക്ക് അധികാരമുള്ള സ്ഥലത്ത് നിന്നിട്ട്, അള്ളാഹ് എന്ന സ്ഥലത്ത് നിന്നിട്ട് നീ അള്ളാഹ്ക്കെതിരായിട്ട് ചെയ്യേ? അതെങ്ങനെയാണ് ചെയ്യുക? എങ്ങനെയാണ് സാധിക്കുക? അതാണ് ഞാൻ പറഞ്ഞത്, നീ അള്ളാഹിന്റെ അധികാരത്തിന് പുറത്തു പോയിട്ട് ചെയ്യണം തെറ്റ് ചെയ്യുമ്പോൾ. രണ്ടാമത്തെ കാര്യം, ഇദാ ഹമംത ബിമഅസിയത്തിൻ ഫലാ തത്ലുബ് മിൻഹു റിസ്ഖ, നീ ഒരു തെറ്റ് ചെയ്യാൻ വിചാരിച്ചാൽ നീ പിന്നെ പടച്ചവനോട് ഭക്ഷണം തേടരുത്. അള്ളയല്ലേ നിനക്ക് വെള്ളം തരുന്നത്. നിന്റെ കയ്യിൽ വെള്ളം ഉണ്ടായാൽ നിനക്ക് കുടിക്കാൻ കഴിയോ? നിന്റെ തൊണ്ടക്ക് ക്യാൻസർ ആയാൽ നീ എന്ത് ചെയ്യും? നിനക്ക് വെള്ളം കുടിക്കാൻ കഴിയോ? അള്ളാഹു ആക്കട്ടെ. ഓ സുഹൃത്തുക്കളെ, വെള്ളം തരുന്നവൻ അള്ളയല്ലേ,
ഭക്ഷണം തരുന്നവൻ അല്ലാഹല്ലേ, എല്ലാം തരുന്നവൻ അല്ലാഹുവല്ലേ. അതാ ചോദിക്കുന്നത്, നീ തെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോ പിന്നെ നീ ഭക്ഷണം അല്ലാഹുവോട് തേടരുത്. അയാൾ ചോദിച്ചു, എങ്ങനെ തങ്ങളെ? ഒട്ടാകെ എവിടെ എന്ത് ഭക്ഷണം ഉണ്ടെങ്കിലും അല്ലാഹുവിൻ്റെതല്ലേ, അല്ലാഹു തരുന്നതല്ലേ, എങ്കിൽ പിന്നെ അവന്റെ ഭക്ഷണവും കഴിച്ച് നീ അവനെതിരെ ചെയ്യാൻ പറ്റുമോ? ഇബ്രാഹിം നബി തങ്ങളെ ചോദ്യം. മൂന്നാമതായി ഞാൻ പറയട്ടെ, നീ തെറ്റ് ചെയ്യാൻ വിചാരിച്ചാൽ ഫജ്തഹിദ് അല്ലാ യറാക്കല്ലാഹ്, തെറ്റ് ചെയ്യാൻ നീ വിചാരിക്കുമ്പോ അല്ലാഹ് കാണാതിരിക്കാൻ വേണ്ടി നീ ശ്രമിക്കണം. വലാ യൻദുറു ഇലൈക്, അല്ലാഹ് നിന്നെ കാണാത്ത സ്ഥലത്ത് പോയിട്ട് തെറ്റ് ചെയ്യണം. ഇയാള് ചോദിക്കാണ്, കൈഫ, അതെങ്ങനെ? അല്ലാഹു തആലാക്ക് ആകാശഭൂമിയിലുള്ള എന്തെങ്കിലും അല്ലാഹ് കാണാതിരിക്കോ? അല്ലാഹ് അറിയാതിരിക്കോ? വയാൽ മുഹമ്മദ് സാത്തിയുള്ളമായിരി വസറായിരി സുദൂർ, മനസ്സിലുള്ള വിചാരം അല്ലാഹ് അറിയൂലേ? ഏത് കാര്യം രഹസ്യമായി ചെയ്താലും അല്ലാഹ് അറിയൂലേ? അല്ലാഹു തആല കല്ലിന്റെ ഉള്ളിലൂടെ ഇഴഞ്ഞു പോകുന്ന ഉറുമ്പ്, കറുത്ത ഉരുണ്ട ഉറുമ്പ്, ആ ഉറുമ്പിന്റെ നടത്തം അല്ലാഹ് അറിയൂലേ? അല്ലാഹ് അറിയാത്ത സംഗതിയുണ്ടോ? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയുടെ ചോദ്യം, നീ അല്ലാഹുവിന്റെ അധികാരത്തിൽ ഇരുന്നിട്ട് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളൊക്കെ അനുഭവിച്ചിട്ട് അല്ലാഹ് കാണത്തന്നെ നീ തെറ്റ് ചെയ്യുകയോ? അല്ലാഹ് കാണത്തന്നെ നീ തെറ്റ് ചെയ്യുകയോ? നാലാമതായി എന്നോട് പറയട്ടെ, നിന്റെ അടുക്കൽ ഇതിന്റെ റൂഹ് പിടിക്കാൻ മലക്കുൽ മൗത്ത് വരുമ്പോ അതെപ്പോഴാണെന്നറിയൂലല്ലോ മുഅ്മിനീങ്ങളെ. അല്ലാഹുവേ, ഞങ്ങളടുക്കൽ മലക്കുൽ മൗത്തിനെ നീ അയക്കുമ്പോ റഹ്മത്തിന്റെ മലക്കുകളോട് കൂടെ തന്നെ അയക്കണേ. ഞങ്ങളെ ഈമാനോടെ മരിപ്പിക്കണേ. നിന്റെ സ്വർഗത്തിന്റെ ചിത്രം കണ്ട് മരിപ്പിക്കണേ. ഞങ്ങളെ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ. ഞങ്ങൾ തെറ്റുകൾ ഒരുപാട് ചെയ്തു പോയവരാണ്. പരിശുദ്ധ റമളാൻ ഞങ്ങൾക്ക് മാപ്പ് തരാൻ തന്നെയല്ലേ നീ നിശ്ചയിച്ചത്? ഞങ്ങൾക്ക് മാപ്പ് തരാതെ ഞങ്ങളാരെയും തിരിച്ചയക്കരുതേ റഹ്മാനേ. ഓ സുഹൃത്തുക്കളെ, എത്രയെത്ര ആളുകൾ പെട്ടെന്ന് മരിച്ചുപോയി. എത്രയെത്ര ആളുകൾ മരണപ്പെട്ടുപോയി. മരണം നമുക്ക് പാഠമാകണ്ടേ? ബിരിഞ്ഞാന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ അബ്ദുള്ള മുസ്ലിയാർ, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിൽ സന്തോഷം നൽകട്ടെ. കുറ്റ്യാടിയിലും പരിസരങ്ങളിലും മക്ക മദീനയിൽ നടക്കുന്നത് പോലെ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുന്ന ഒരൊറ്റ പള്ളിയുമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബികളും, ജീവിതത്തിൽ ഒരു സഹാബിയോ നബി തങ്ങളോ ഒരു ഇമാമോ ഖുതുബ ഓതിയ ഭാഷയിലല്ലാതെ ജുമുഅ നിസ്കരിച്ചിട്ടില്ല. ജുമുഅ നിസ്കരിച്ച ഭാഷയിലല്ലാതെ ഖുതുബ നടത്തിയിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഒരൊറ്റ ജുമുഅക്കും സഹാബത്തിന്റെ ജീവിതത്തിൽ ഒരു ജുമുഅക്കും 1300 കൊല്ലത്തിനിടയിൽ ഒരു പണ്ഡിതന്റെ ജീവിതത്തിലും ഖുതുബ ഓതിയ ഭാഷയിൽ ജുമുഅ നിസ്കാരം, നിസ്കരിച്ച ഭാഷയിൽ ജുമുഅ ഖുതുബ, ഇങ്ങനെയല്ലാതെ ഖുതുബക്കൊരു ഭാഷയും ജുമുഅക്കൊരു ഭാഷയും നിർവഹിച്ചതായി ഒരു കിതാബിലുമില്ല. പക്ഷേ സാധാരണക്കാരായ ആളുകളെ പറഞ്ഞ് പറ്റിച്ച്, തിരിയണ്ടേ എന്ന് പറഞ്ഞ് പറ്റിച്ചു. ചോദിക്കട്ടെ, ജനങ്ങൾക്ക് തിരിയാൻ ജുമുഅ കഴിഞ്ഞിട്ട് പ്രസംഗിച്ചാലും മനസ്സിലാവൂലേ? പുസ്തകം വായിച്ചാലും മനസ്സിലാവൂലേ? അങ്ങനെ എന്തൊക്കെ കൊണ്ട് മനസ്സിലാകാൻ വഴിയുണ്ട്? അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച നിസ്കാരത്തിന്റെ ഖുതുബയുടെ ഭാഷ മാറ്റാൻ, ശരീഅത്തിന്റെ നിയമം മാറ്റാൻ ലോകത്തധികാരമുണ്ടോ? പക്ഷേ അതിന്റെ ഗൗരവം ചിന്തിക്കാതെ എത്രയോ മുസ്ലിമീങ്ങളെ ജുമാ കുറ്റ്യാടിയിലും പരിസരങ്ങളിലും ബാത്തുലാക്കിയപ്പോൾ തെറ്റിദ്ധരിക്കണ്ട മുഅ്മിനേ, വസ്സാദിഖീന വസ്സാദിഖാത്ത്,
സ്വന്തം വിജയിച്ചാൽ പോരാ. പഠിച്ച സത്യം പറയുന്ന പുരുഷന്മാർ, സത്യം പറയുന്ന സ്ത്രീകൾ മറ്റുള്ളവരെ നിസ്കാരവും സഹിയാകേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ സത്യം കുറ്റ്യാടിയിലും പരിസരങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഓല സെറ്റ് കെട്ടി അറബിയിൽ ഹുതുബോധഞ്ഞ ജുമാ ഇവിടെ തുടങ്ങാൻ വേണ്ടി പന്തല് കെട്ടുമ്പോ ആവേശത്തോടെ അതിന്റെ പണിയെടുത്തിരുന്ന, അതിന്റെ വർക്ക് ചെയ്തിരുന്ന ചിയ്യൂർ അബ്ദുള്ള മുസ്ലിയാർ, അല്ലാഹുവേ നീ അദ്ദേഹത്തിന്റെ ഖബറിൽ സന്തോഷം നൽകണേ. ഈ 27-ാം രാവ് ലൈലത്തുൽ ഖദ്റാകാൻ വളരെ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന്റെ അനുജൻ മുഹമ്മദ് സഖാഫി പള്ളിയിൽ വെച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹവും മറ്റു പലരും എന്നോട് പറഞ്ഞു, പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരാളിങ്ങോട്ട് കയറി വന്നു. അദ്ദേഹം അവിടുന്ന് നിസ്കരിച്ചോ അല്ലാതെയോ എന്ന് എനിക്കറിയില്ല, സുജൂദ് ചെയ്തു. അദ്ദേഹം നേരെ വന്നു അബ്ദുള്ള മുസ്ലിയാരെ ഒന്ന് കെട്ടിപ്പിടിച്ചു. അദ്ദേഹം പോയി. അദ്ദേഹത്തെ പിന്നെ ആരും കണ്ടിട്ടില്ല. അബ്ദുള്ള മുസ്ലിയാർ രാത്രി സമയത്ത് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ഇറങ്ങി വന്നു. ഒന്നുകൊടുത്ത് പള്ളിയിലേക്ക് കയറി. അദ്ദേഹം മരണപ്പെട്ടുപോയി. അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ഖബറിൽ സന്തോഷം നൽകണേ. ഇതിന്റെ തൊട്ടടുത്ത് ആക്കല്ലിൽ ഉണ്ട് നമ്മുടെ അഹ്മദ് മുസ്ലിയാർ മരണപ്പെട്ടുപോയി. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിൽ സന്തോഷം നൽകട്ടെ. അദ്ദേഹത്തിന്റെ മകൻ സാലിഹ് ചിലപ്പോൾ ഈ സദസ്സിലുണ്ടാവും. അദ്ദേഹത്തോട് ചോദിച്ചു നോക്കൂ, സിറാജുൽ ഹുദയിൽ സമ്മേളനം കാണാനുള്ള വല്ലാത്ത ആഗ്രഹം. ആന്റിപ്ലാസ്റ്റ് ചെയ്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. മക്കൾ പറഞ്ഞു അദ്ദേഹത്തിന് വന്നേ പറ്റൂ, സമ്മേളനത്തിന് വന്നേ പറ്റൂ. മഹാനായ കാന്തപുരം ഉസ്താദിനെ കണ്ടേ പറ്റൂ. മക്കൾ അനുഭവിച്ചില്ല. വീട്ടിൽ നിന്ന് കാണാൻ സൗകര്യം ചെയ്തു കൊടുത്തു. എനിക്ക് സമ്മേളനത്തിൽ വെച്ച് ഭരിച്ചാൽ വലിയ ദുആ കിട്ടുമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് രോഗമായി. ആദാ കാറിൽ വെച്ച് അദ്ദേഹത്തെ കൊണ്ടുപോവുകയാണ് ആശുപത്രിയിലേക്ക്. നമ്മുടെ 25-ാം വാർഷിക സമ്മേളനത്തിന്റെ സദസ്സിൽ പള്ളിയുടെ സമീപത്ത് അതേ സമ്മേളനത്തിന്റെ ആളുകൾ ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നു. നമ്മുടെ പള്ളിയുടെ സമീപത്തെത്തിയപ്പോൾ അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് മകൻ ചൊല്ലിക്കൊടുത്തു. ചൊല്ലിയങ്ങ് മരിച്ചു. അല്ലാഹു അദ്ദേഹത്തെ നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. സുഹൃത്തുക്കളെ, ഈമാനോടുകൂടി ആത്മഹത്യ നന്നായി മരിക്കണം. അതാണ് വിഷയം കേട്ടോ. മറ്റുള്ളതൊന്നിനും നിലനിൽപ്പില്ല. ഇവിടെയുള്ള വാഹനങ്ങൾക്കോ ബിൽഡിങ്ങുകൾക്കോ ഇവിടെയുള്ള ബഹുമാനത്തിലോ ആദരവിലോ ഒന്നിനും നിലനിൽപ്പില്ല. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞ കൂട്ടത്തിൽ പറയാണ്, മോനെ നീ വല്ല തെറ്റും ചെയ്യണമെന്ന് തോന്നിയാൽ നീ ഒരു കാര്യം ചെയ്തോ, നീ ഒരു കാര്യം ചിന്തിച്ചോ. അതെന്താണ്? ചിന്തിക്കാനുള്ള കുറെ കാര്യം ഇപ്പൊ പറഞ്ഞല്ലോ. ഇനിയൊരു കാര്യം ചെയ്ത മലക്കുൽ മൗത്തിന്റെ റൂഹ് പിടിക്കാൻ വരുമ്പോ നീ മലക്കുൽ മൗത്തിനോട് പറയണം, ഞാനൊന്ന് ഖേദിച്ച് മടങ്ങി നന്നാകട്ടെ, ഞാനൊന്ന് ഖേദിച്ച് മടങ്ങി നന്നാകട്ടെ എന്ന് പറഞ്ഞിട്ട് മൗത്ത് പിടിക്കാൻ വരുന്ന മലക്കിനോട് കുറച്ച് സമയം നീ അവധി വാങ്ങണം. പോലെ ഇദ്ദേഹം ചോദിക്കുന്ന, അല്ല ശൈഖേ വമതായ ഖബലുബിന്നി, റൂഹ് പിടിക്കാൻ വേണ്ടി വരുന്ന മലക്കിനോട് ഞാനൊന്ന് തൗബ ചെയ്തോട്ടെ, ഞാനൊന്ന് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് വീട്ടിക്കോട്ടെ, ഞാൻ എഴുതി വെക്കണതൊക്കെ ഒന്ന് എഴുതി വെച്ചോട്ടെ, ഞാൻ എന്റെ കുടുംബങ്ങളിലോ അയൽവാസികളിലോ മറ്റുള്ളവരിലോ ആർക്കും അതിന്റെ തെറ്റുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നന്നായിക്കോട്ടെ. കാരണം വേറൊരു ഭൂമിയുമായിട്ട് തെറ്റി ജീവിച്ചാൽ അമലൊന്നും അല്ലാഹു സ്വീകരിക്കൂലാലോ. അപ്പൊ ലൈലത്തുൽ ഖദ്ർ സ്വീകരിച്ചില്ല, നോമ്പ് സ്വീകരിച്ചില്ല, നിസ്കാരവും സ്വീകരിച്ചില്ല, ഞാൻ അല്ലാഹുവിന്റെ അടുക്കൽ എങ്ങനെയാ പോവുക? അപ്പൊ ഞാനുമായിട്ട് ആരെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാനൊന്നും ഒരു സലാം ചൊല്ലിയിട്ടൊന്ന് നന്നാകട്ടെ, ഞാൻ അവരായിട്ടൊന്ന് മസലത്താകട്ടെ. ഞാൻ തെറ്റി ജീവിക്കുന്നില്ല. ഒന്നുകിൽ ഈ
ചെയ്ഞ്ഞളിഞ്ഞ ദുനിയാവിന് വേണ്ടി, പണത്തിനു വേണ്ടി, അല്ലെ വേറെന്തോ കാര്യലാഭത്തിന് വേണ്ടി, അല്ലെ സ്ഥാനമാനത്തിന് വേണ്ടി എന്തിനെങ്കിലും മനുഷ്യന്മാര് ദുനിയാവിന് വേണ്ടി തമ്മിൽ തെറ്റിയിട്ടുണ്ടാവും. അങ്ങനെ തെറ്റിയവരായിട്ട് ഞാനൊന്ന് നന്നായിക്കോട്ടെ, എന്നിട്ട് എന്റെ റൂഹ് പിടിച്ചോ എന്ന് മലക്കിനോട് പറയാ. അങ്ങനെ ഒരു ചെറിയ സമയം നീ മലക്കിനോട് നീ വാങ്ങിക്കുക കേട്ടോ. അദ്ദേഹം ചോദിക്കുന്നു, മത്തായക്കുബലുബിന്നി, മലക്കങ്ങനെ ഒരു അവസരം തരുമോ ശൈഖേ? ഇദാലം നിനക്കൊന്ന് കേടിച്ചു പണിഞ്ഞ് തൗബ ചെയ്തിട്ട് നന്നാകാൻ ഒരു സെക്കൻഡും മലക്ക് തരൂലല്ലേ? എന്നാ ആ മലക്കിങ്ങെത്തുന്നതിന് മുമ്പ് തന്നെ ചെയ്ത തെറ്റ് ഒന്ന് തൗബ ചെയ്തടോ, ചെയ്ത തെറ്റ് ഒന്ന് കേടിച്ചു മടങ്ങി അല്ലാഹുവോട് നീ കേടിച്ചു മടങ്ങി ചെയ്തതൊക്കെ ഒന്ന് മാപ്പാക്കിക്കോ. സമയം ഇടുങ്ങിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. കിട്ടിയ സമയത്ത് നീ കൽബറിഞ്ഞു തൗബ ചെയ്തോ. മോനെ 6 കാര്യമല്ലേ പറഞ്ഞത്? 6ാമത്തെ കാര്യം എന്താണെന്നറിയോ? നീ ഖബറിൽ പോയങ്ങ് കിടക്കുമ്പോ മുങ്കറിലേക്ക് വന്നിട്ട് ഒരു പ്രാഥമിക ചോദ്യമുണ്ട്. നിന്റെ വിശ്വാസം ക്ലിയറുണ്ടോ എന്നുള്ള ചോദ്യമാണ്. അങ്ങനെ മുങ്കറിലേക്ക് വരുമ്പോ ഈ അവരോട് പറഞ്ഞ് ഇപ്പം വരണ്ട, എന്നോട് ചോദിക്കണ്ട എന്ന് പറഞ്ഞ് അതേ ചോദ്യമ്മൽക്കിന് തിരിച്ചേക്കാനൊക്കെ ഉണ്ടാവൂലല്ലോ. എന്നാൽ അവിടെ മറുപടി പറയാൻ ആവശ്യമായ മറുപടിക്ക് വേണ്ടി ഇവിടെ തന്നെ നീ ഒരുങ്ങിക്ക പോലെ. ഇബ്രാഹിം പറയുകയാണ്, സുഹൃത്തുക്കളെ, ഈ ചിന്ത റമളാൻ കഴിഞ്ഞാലും ജീവിതത്തിന്റെ സർവരംഗത്തും മഹാനവറുകൾ പറഞ്ഞ ചിന്ത ഉണ്ടാകണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർറാഹിമീനായ അൽമലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ, ഞങ്ങളെ മജ്ലിസുകൾ നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. നമുക്ക് കുറച്ച് ദിക്ർ ചൊല്ലി യാസീൻ ഓതി. നേരത്തെ പറഞ്ഞു തൗബ. തൗബ എന്ന് പറയുന്നത് നമ്മൾ ചെയ്തു പോയ തെറ്റിൽ അങ്ങേയറ്റം മനസ്സിന്റെ അടിത്തട്ടിൽ ഖേദം പ്രകടിപ്പിച്ച് അള്ളാഹുവിനോട് മാപ്പ് പറയുന്നതിനാണ് തൗബ എന്ന് പറയുന്നത്. അല്ലാതെ കുറച്ച് വാചകം ചൊല്ലലല്ല തൗബ. അങ്ങനെ മനസ്സിന്റെ അടിത്തട്ടിൽ ഖേദിച്ചുകൊണ്ട് നമ്മളെ കർമ്മങ്ങൾ കുറഞ്ഞുപോയി, ന്യൂനതകൾ ഉള്ളതായിപ്പോയി, തെറ്റുകൾ വന്നുപോയി, അതിനൊക്കെ അങ്ങേയറ്റത്തെ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് പടച്ചവരോട് കരഞ്ഞ് മാപ്പ് പറയുന്നതിന്റെ പേരാണ് തൗബ. അതിന് ഇൻഷാ അല്ലാഹ് അതിനനുയോജ്യമായ ഒരു വാചകം ചൊല്ലിത്തരും. അപ്പോൾ നിങ്ങൾക്ക് അത് നമുക്ക് ചൊല്ലാം. അല്ലാഹു തആല നമ്മുടെ തൗബ സ്വീകരിക്കട്ടെ. വിദേശത്തും നാട്ടിലുള്ള ഓർഗനൈസർമാര് നമ്മളെ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകണമെങ്കിൽ 1000-ലധികം മുതഅല്ലിമീങ്ങൾക്കും അതുപോലെ സ്റ്റാഫുകൾക്കും ഒക്കെ ഭക്ഷണം കൊടുക്കണ്ടേ? അതിന്റെ പുറമേ ചെറിയ ശമ്പളമാണെങ്കിലും ശമ്പളം കൃത്യമായിട്ട് കൊടുക്കലുണ്ട്, അത് കൊടുക്കണ്ടേ? പള്ളിയുടെ ഒക്കെ കറണ്ടിന്റെ പൈസ ഇറക്കണ്ടേ? അങ്ങനെ എത്രയേ ചെലവ്? 10-60,000 ഉറുപ്പിക ഒരു മാസത്തിൽ ചെലവിന് വേണം. അതിന് 60 ലക്ഷം ഒരു മാസത്തിൽ. 60 ലക്ഷം, 60,000 എന്ന് പറഞ്ഞു പോയതാ, 60,000 ദിവസത്തേക്ക് ഉണ്ടാവില്ല. 60 ലക്ഷം ഉറുപ്പിയോളം ചെലവിന് വേണം. അള്ളയാണ് തരേണ്ടത്. ഒരു 20-25 ലക്ഷം ഉറുപ്പിയൊക്കെ നേർച്ച കിട്ടാറുണ്ട്. അല്ലാഹു തആല നേർച്ച ചെയ്തവർക്കൊക്കെ വലിയ ഫലം കൊടുക്കട്ടെ. ഇപ്പോഴും നേർച്ച ചെയ്ത് പലരും കൊണ്ടുവന്ന് തന്നവരുണ്ട്. അല്ലാഹു അവർക്കൊക്കെ അവരുദ്ദേശിച്ചത് കൊടുക്കട്ടെ. അപ്പൊ നമുക്ക് കുറച്ച് ഈ കഴിഞ്ഞ സമ്മേളനത്തോടനുബന്ധിച്ച് മനസ്സിലുണ്ടായ ഒരു പ്ലാനാണ്. ഒരു 250 ഷോപ്പ് ഉണ്ടാക്കണം, പീഡിയ റൂം ഉണ്ടാക്കണം. ഒരു പീഡിയ റൂമിന് ഒരു 2 ലക്ഷം ഉറുപ്പിക വരും ഒരു പീഡിയ റൂം ഉണ്ടാക്കാൻ സുമാറ്. അങ്ങനെ വിദേശത്തുനിന്ന് ഞാൻ പറഞ്ഞു, ദുബായിൽ നിന്ന് പറഞ്ഞു. അങ്ങനെ ചിലരൊക്കെ ഓരോ റൂമൊക്കെ ഏറ്റെടുത്തവരുണ്ട്. എല്ലാവരും 1/2 റൂം, ചിലർ 2 റൂമൊക്കെ ഏറ്റെടുത്തവരുണ്ട്. അല്ലാഹു തആല കഴിവ് തന്നവർക്ക് എത്രയും ഏറ്റെടുത്ത് തരാം. ഇവിടെ പിരിവിന് വേണ്ടിയുള്ള പരിപാടി അല്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പൊ പിരിവ് ചോദിക്കൂല. ആ സമയത്ത് നല്ല നിയ്യത്തോടുകൂടി എന്റെ വകയിൽ ഒരു റൂം എന്റെ വകയിൽ ഞാൻ തരുന്നു. നമുക്ക് ഇൻഷാ അല്ലാഹ് സ്ഥലവിടുണ്ട്. സദഖ ജാരിയായിട്ട് എല്ലാ കാലവും ഇവിടെ നിലനിൽക്കും.
അങ്ങനെ തരുന്നവർക്ക് തരാം. ഞാൻ പറഞ്ഞത് പലരും ദുആ ചെയ്യാൻ പറഞ്ഞവർ, ഓർഗനൈസർമാരൊക്കെ കയറിയിറങ്ങിയപ്പോ നമുക്ക് നമ്മുടെ സ്ഥാപനത്തിനു വേണ്ടി സഹായം കൊടുത്തയച്ച 10,000-കണക്കിന് ആളുകളുണ്ട്. വിദേശത്തുണ്ട്, നാട്ടിലുണ്ട്. അല്ലാഹുവേ, അവരുടെ എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളും നീ നിറവേറ്റണം റഹ്മാനെ. ലക്ഷദ്വീപിൽ നമ്മുടെ സയ്യിദ് സഖാഫി പോയപ്പോൾ പലരും സഹായം കൊടുത്ത് ദ്വാരക്കാൻ പറഞ്ഞു. അല്ലാഹു തആല എല്ലാവർക്കും ദുനിയാവും ആഖിറവും വിജയിപ്പിക്കട്ടെ. അപകടത്തിൽ മരണപ്പെട്ട കല്ലൂക്കണ്ടി ജമീല കൊടക്കൽ അല്ലാഹു ആ സ്ത്രീയെ ശുഹദാക്കളിൽ പെടുത്തട്ടെ. അതുപോലെ ഷാർജയിൽ ഒരുപാട് കാലം നമ്മളെ സജീവ രംഗത്തുണ്ടാവുകയും ഒരുപാട് സഹായം ചെയ്യുകയും ചെയ്ത ആളെ ജലാലുദ്ദീൻ തങ്ങൾ ലക്ഷദ്വീപ് മരണപ്പെട്ടുപോയി. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കട്ടെ. അള്ളാഹു നമ്മളെ അദ്ദേഹത്തെ സ്വർഗത്തിൽ ഒരുമിച്ച് വിട്ടട്ടെ. അതുപോലെ നമ്മുടെ റാഷിദ് ബുഖാരി ഉസ്താദ് ബഹ്റൈനിലുണ്ട്, അവിടുന്ന് സഹായിച്ചുകൊണ്ടിരിക്കുന്നവർ പലരും ദ്വാരക്കാൻ പറഞ്ഞു. സൗദി അറേബ്യയിലും ഖത്തറിലും അതുപോലെ ഒമാനിലും UAE-യിലും മറ്റ് പല സ്ഥലങ്ങളിലുമുള്ള കുവൈത്തിൽ പ്രത്യേകിച്ച് ദ്വാരക്കാൻ വേണ്ടി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല അവിടങ്ങളിലെല്ലാം നമ്മളെ സ്ഥാപനങ്ങളെ സഹായിക്കുന്ന പ്രവർത്തകർ, സഹായികൾ, സഹകാരികൾ, നാട്ടിലുള്ളവർ എല്ലാവർക്കും അല്ലാഹു ദുനിയാവും ആഖിറവും വിജയിപ്പിക്കട്ടെ. ഞങ്ങളുടെ തൗബകളെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ നോമ്പും നിസ്കാരവും സദഖയും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളെ വാക്കുകളും ചലനങ്ങളും അടക്കങ്ങളും ഞങ്ങളുടെ സ്ഥാപനങ്ങളും സംഘടനകളും സംരംഭങ്ങളും ഞങ്ങളുടെ എല്ലാ അമലുകളും നീ സ്വീകരിക്കണേ അല്ലാഹ്. അർഹമർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളിവിടെ വെച്ച് പരിശുദ്ധ ഖുർആനിൽ ഓതിയത് നീ സ്വീകരിക്കണേ അല്ലാഹ്. അതിന്റെ പ്രതിഫലം ഞങ്ങൾക്ക് തരുന്നതിന്റെ പുറമെ ഞങ്ങളിൽ മരണപ്പെട്ടവരാരൊക്കെയുണ്ടോ അവരുടെ എല്ലാം ഖബറിൽ അതേപോലെ നീ എത്തിക്കണേ അല്ലാഹ്. അവരെ ഖബറുകളെ വിശാലമാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം വിതരണം ചെയ്ത, ഞങ്ങൾക്ക് വിജയത്തിന് നിദാനമായി ഞങ്ങൾ കാണുന്ന ശഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദ്റത്തിലും എല്ലാ മഹാന്മാരുടെ ഹദ്റത്തിലും ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ഉസ്താദുമാർ, ആലിമീകൾ, ഞങ്ങൾക്ക് മുമ്പ് ഉറുതി പറഞ്ഞു തന്നവർ, ഞങ്ങൾ ഉറുതി കേട്ടവർ, ഞങ്ങളുടെ വാലുകൾ കേട്ടവർ, ഞങ്ങളെ സദസ്സിൽ പങ്കെടുത്തവർ, ഞങ്ങളെ ദീനീ സ്ഥാപനങ്ങളെ സഹായിച്ചവർ, പ്രവർത്തിച്ചവർ, ആര് ഞങ്ങളെ വിട്ടുപിരിഞ്ഞവരുണ്ടോ മുഴുവൻ ആളുകളെ ഖബറിൽ എത്തിക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ഈ മജ്‌ലിസിൽ പിരിയുമ്പോ, റമളാനുകൾ വിട പറയുമ്പോ ഞങ്ങളെ വീടുകളിൽ ഒരു തെറ്റും ബാക്കി വെക്കാത്ത വിധം നീ കഴുകിക്കളയണേ അല്ലാഹ്, മയച്ചു കളയണേ അല്ലാഹ്. എത്ര തെറ്റ് ചെയ്താലും നിരാശരാകരുതെന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങൾ ഒരിക്കലും നിന്റെ റഹ്മത്തിൽ നിരാശരല്ല. തെറ്റൊക്കെ ചെയ്തിട്ട് നിന്നെയും ഭക്ഷണം തന്നവനല്ലേ നീ, വെള്ളം തന്നവനല്ലേ നീ, ആരോഗ്യം തന്നവനല്ലേ നീ, ഞങ്ങൾക്ക് പിന്നെയും തൗബക്ക് അവസരം തന്നവനല്ലേ നീ. അത് നിന്റെ കാരുണ്യമല്ലേ അല്ലാഹ്. നീ ഞങ്ങളെ വെറുതെ ആക്കുക, അത് ഞങ്ങൾ ഉറപ്പിക്കുന്നു അല്ലാഹ്. ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത ഏത് തെറ്റുണ്ടോ നീ മാപ്പാക്കളെ അല്ലാഹ്. എന്ത് നീ കൽപ്പിച്ചതൊഴിഞ്ഞു പോയോ മാപ്പാക്കളെ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നിന്റെ ശിക്ഷനാകാൻ കഴിയില്ല, ദുനിയാവിലും കഴിയില്ല, ആഖിറത്തിലും കഴിയില്ല. ദുർബലരായ ഞങ്ങളെ നീ ശിക്ഷിക്കണമേ, നീ ശിക്ഷിക്കണമേ, ഞങ്ങളെയും ശിക്ഷിക്കരുതല്ലോ, ഞങ്ങളെ ഉമ്മമാരെ ശിക്ഷിക്കരുതല്ലോ, ഞങ്ങളെ ഭാര്യമാര്, സന്താനങ്ങൾ, ഉസ്താദുമാർ, ശിഷ്യന്മാര്, ഞങ്ങളെ സ്നേഹിച്ച ഒരാളെയും നീ ശിക്ഷിക്കരുതല്ലോ. നിന്റെ കാരുണ്യം കൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലാഹ്.
ഞങ്ങളോട് ദ്വാരണ്ട് വസിയ്യത്ത് ചെയ്തവര് ആരുണ്ടോ, ഞങ്ങളെ സ്ഥാപനങ്ങളെ സഹായിച്ചവര്, ഞങ്ങളെ സഹായിച്ചവര് ലോകത്താരുണ്ടോ അവരൊക്കെ നീ സഹായിക്കണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കുമുള്ള സർവ്വ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ അല്ലാഹ്. ആരപകടം പറ്റിയവരുണ്ടോ നീ സലാമത്താക്കണേ അല്ലാഹ്. ഞങ്ങളെ അപകടങ്ങളിൽ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഏത് രോഗമാർക്കുണ്ടോ നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. ഏത് ടെസ്റ്റ് റിപ്പോർട്ട് വരുന്നുണ്ടോ നീ ഖൈറാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, വിസ പ്രശ്നമുള്ളവർ, പാസ്പോർട്ട് കുടുങ്ങിയവർ, അതുപോലെ റിലീസ് കിട്ടേണ്ടവർ, തനാസുൽ കിട്ടേണ്ടവർ, ജോലി പ്രശ്നമുള്ളവർ, ബിസിനസ്സിൽ പ്രശ്നങ്ങളുള്ളവർ, ഞങ്ങളോട് ആകണ്ട് വസിയ്യത്ത് ചെയ്തവർ, ഞങ്ങളെ സ്ഥാപനങ്ങളെ സഹായിച്ചവരും സഹായിക്കുന്നവരും, റബ്ബേ നീ അവർക്ക് ഖൈറിന്റെ വാതിലുകൾ ഞങ്ങൾക്കും തുറക്കണേ അല്ലാഹ്. ശർറിന്റെ വാതിലുകൾ അടക്കണേ അല്ലാഹ്. നീ കൊടുക്കുന്നതിൽ നീ സ്ഥാപനത്തിന് കൊണ്ടുവന്നു തരുന്നവർ, കൊടുത്തയക്കുന്നവർ, അവർക്കൊക്കെ നീ ഹലാൽ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ശർറുകൾ തടുക്കണേ അല്ലാഹ്. നേരത്തെ അവർക്ക് ഫലം നീ കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, ഓർഗനൈസർമാരെ എന്ത് ഏൽപ്പിച്ചു നിനക്കറിയുമല്ലോ. നീ അവർ ഉദ്ദേശിച്ചത് കൊടുക്കണേ അല്ലാഹ്. അധ്വാനിക്കുന്നവർക്കും നീ തന്നെ പ്രതിഫലം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ, ആഫിയത്തോടെ, സലാമത്തോടെ, ഐശ്വര്യത്തോടെ ജീവിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, റമളാൻ ഞങ്ങളെ വിടവറിയും ഇനിയും റമളാൻ സ്വീകരിക്കാൻ അവസരം തരണേ അല്ലാഹ്. നീ എത്രയോ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. നിന്റെ വല്ലാത്ത ഔദാര്യം, നിന്റെ വല്ലാത്ത കാരുണ്യം, നിന്റെ ഫളല്, നിന്റെ ഹബീബായ നബിതങ്ങളെ ഉമ്മത്തുകൾക്ക് നീ നിന്റെ വകയിൽ കൊടുക്കുന്ന ഔദാര്യം, ആ ഔദാര്യം ഈ സാധുക്കളായ ഞങ്ങൾക്കും തരണേ അല്ലാഹ്. ഞങ്ങളെ നരകത്തിന് മോചിപ്പിക്കാതെ ഇനിയും റമളാനുകളെ സ്വീകരിക്കാൻ ആഫിയത്തോടെ, തഖ്വയോടെ ഞങ്ങൾക്ക് ദീർഘായുസ്സ് തരണേ അല്ലാഹ്. ഞങ്ങളെ ഉസ്താദുമാർക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സ് തരണേ അല്ലാഹ്. അല്ലാഹുവേ, മരിക്കുന്ന സമയം മലക്ക് തിരിച്ചു വരൂല, ഒരു സെക്കൻഡും സമയം തരൂല. അതിനു മുമ്പ് ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടിത്തരണേ അല്ലാഹ്. ഞങ്ങളെ ഏറ്റെടുത്ത കടപ്പാടുകൾ വീട്ടാൻ അവസരം തരണേ അല്ലാഹ്. പലരും പല നല്ല കാര്യവും ഞങ്ങളെ ഏൽപ്പിച്ചവരുണ്ട്, അതൊന്നും വീട്ടാതെ ഞങ്ങളെ ഏൽപ്പിക്കരുതേ. ഞങ്ങളെ ഖൽബിൽ ഞങ്ങൾ ഉദ്ദേശിച്ച പല നല്ല കാര്യങ്ങളുമുണ്ട്, അത് നീ പൂർത്തീകരിച്ചു തരണേ അല്ലാഹ്. ഞങ്ങളെ ഖൽബിൽ ഉദ്ദേശിച്ചത് നീ എളുപ്പമാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് സർവ്വവും നീ തടുക്കണേ അല്ലാഹ്. ഏത് കള്ളക്കേസുണ്ടോ, കുത്തിക്കേസുണ്ടോ നീ വലിച്ചെറിയണേ അല്ലാഹ്. എല്ലാ ഖൈറിന്റെ വാതിലുകളും തുറക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, വളരെ വിഷമിച്ച് പലരും പറഞ്ഞപ്പോ ഈ ദിവസത്തെ ഓർമ്മിപ്പിക്കാൻ പറഞ്ഞു. അവരോർമ്മിപ്പിച്ചു, സാധു ഓർമ്മയില്ലാത്തവർ, നീ ഓർമ്മയുള്ള രാജാവ്, നിനക്ക് മറുതിയില്ലല്ലോ. ആരാണോ എന്താണോ ഏൽപ്പിച്ചത് അത് നീ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവസാനം നല്ലൊരു ദിവസം, നല്ലൊരു സമയം, നല്ലൊരു സമയത്ത് നല്ലതുമായി ബന്ധപ്പെടുമ്പോ നിന്നെ ഖുർആൻ കേട്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ബോധത്തോടെ ഞങ്ങളുടെ നാവ് കൊണ്ട് ഉച്ചരിച്ച് നിന്റെ റഹ്മത്തിന്റെ മലക്കുകളെ കണ്ട്
സ്വർഗത്തിന്റെ ചിത്രം കൊണ്ട് ഞങ്ങൾക്ക് പറയുന്നതിൽ ദുഃഖവുമില്ലാതെ നിന്റെ കൊണ്ട് ഞങ്ങൾക്ക് സന്തോഷം കിട്ടി. ഞങ്ങൾക്കൊരു നല്ല മരണം ഞങ്ങളെ കൽബിൽ വേണ്ടാത്ത വികാരങ്ങളോ കിബിറോ ചുപോരിയോ ഹസദോ അമലോ ഹിർസോബിനോ സർവത്തോടെ ഞങ്ങളെ പരാജയപ്പെടുത്തരുത് അല്ലാഹ്. തൗഫീഖ് നീ തന്നെ തരണമല്ലാഹ്. നീ തന്നെ ഖൈറിന്റെ വഴിയിൽ നടത്തണമല്ലാഹ്. لا حول ولا قوة إلا بك يا ذا الجلال والإكرام. اللهم إنا نسألك بأن لا نشهد أنك أنت الله الذي لا إله إلا هو الواحد الصمد الفرد الذي لم يلد ولم يولد ولم يكن له كفوا أحد. يا حي يا قيوم يا ذا الجلال والإكرام. ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും സന്താന പരമ്പരകളെയും ഭാര്യമാരെയും കുടുംബങ്ങളെയും നാട്ടുകാരെയും ഞങ്ങളെ പ്രവർത്തകരെയും നേതാക്കളെയും ഞങ്ങളോട് സഹായിച്ചവരെയും സഹകരിക്കുന്നവരെയും അവരെ സന്താനങ്ങളെയും പരമ്പരകളെയും നീ നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ചൂടുന്നവർ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ ദ്വാരത്ത് തരണേ അല്ലാഹ്. ഞങ്ങളെ നിസ്കാരങ്ങളിൽ ഖുശൂ ഉണ്ടായിട്ടില്ല, അമലിൽ ഇഖ്ലാസ് ഉണ്ടായിട്ടില്ല. ഞങ്ങളെ അമലൊക്കെ പോരായ്മകൾ, ന്യൂനതകൾ. ഞങ്ങളെ റബ്ബിനൊരു ന്യൂനതയുമില്ല. ഞങ്ങളെ റബ്ബ് സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ്, നിനക്കൊരു ന്യൂനതയുമില്ലല്ലോ അല്ലാഹ്. ഞങ്ങൾ പോരായ്മകളുള്ളവർ, ഞങ്ങൾ അമലുകൾ പോരായ്മകളുള്ള അമലുകൾ, പോരായ്മയില്ലാത്ത നീ അതങ്ങ് കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ പരാജയപ്പെടുത്തരുത് അല്ലാഹ്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم. ഹജ്ജും ഉംറയും കരുതിയവരുണ്ട്, നീ എളുപ്പം ചെയ്യണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ നൽകണേ അല്ലാഹ്. ബിസിനസ്സിലുള്ള പ്രശ്നങ്ങളൊക്കെ നീ പരിഹരിക്കണേ അല്ലാഹ്. പലരുടെ കയ്യിലും കുടുങ്ങിയതുണ്ട്, നീ സലാമത്താക്കണേ അല്ലാഹ്. ഹക്കുകൾ വീട്ടാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മദ്രസകളും പള്ളികളും സ്ഥാപനങ്ങളൊക്കെ തുറന്ന് പ്രവർത്തിക്കുമ്പോ അതൊക്കെ നിന്റെ പൊരുത്തത്തിൽ നീ പൊരുത്തപ്പെട്ട നിലക്ക് നടത്താറുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. നാഫിയായ ഇൽമിനെയും തഖ്വയെയും ഞങ്ങൾക്ക് ഏറ്റിത്തരണേ അല്ലാഹ്. ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് നീ ഇസ്സത്ത് വർദ്ധിപ്പിക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ